നമസ്കാരം. വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പൊ അതിന് മുന്നേ ഉള്ള 2 ക്ലാസ്സും കാണാത്തവർ എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഒരു ഓർഡറിൽ പഠിച്ചു വരിക, പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മേഘങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ മഴയെ കുറിച്ചും ആഗോള മർദ്ദ മേഖലകളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാറ്റുകളെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പൊ അത്യാവശ്യം പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്, പ്രത്യേകിച്ച് ആഗോള മർദ്ദങ്ങൾ ഒക്കെ പറയുന്ന സമയത്ത്. അപ്പം ജോഗ്രഫി ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം, ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു 15 മിനിറ്റ് ക്ലാസ് കേൾക്കാം. എന്നിട്ട് ആ 15 മിനിറ്റിൽ എന്തൊക്കെ കാര്യം പഠിച്ചത് അതൊന്ന് പഠിച്ചെടുത്ത ശേഷം വീണ്ടും ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കേൾക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വലിയ ബോറില്ലാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റാങ്ക് ലിസ്റ്റിലോട്ട് എത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തൊക്കെ രീതിയിൽ നമ്മുടെ ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും, ആ രീതിയിലൊക്കെ നമ്മൾ പല മെത്തേഡുകൾ അല്ലെങ്കിൽ പല സ്ട്രാറ്റജികളും ഉപയോഗിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പൊ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമ്മൾ മേഘങ്ങളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ മേഘങ്ങളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു ടോപ്പിക്കാണ് ഘനീകരണം എന്ന് പറയുന്നത്. കാരണം ഈ മേഘങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഘനീകരണത്തിന്റെ ഒരു രൂപമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഘനീകരണം എന്ന് ചോദിച്ചാല് അന്തരീക്ഷത്തിലെ നീരാവി തണുത്തുറഞ്ഞ് ജലമായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് ഘനീകരണം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഘനീകരണം എന്ന് പറഞ്ഞാല് അന്തരീക്ഷത്തിലെ നീരാവി തണുത്തുറഞ്ഞ് ജലമായിട്ട് മാറുക. ആ ജലമായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഘനീകരണം എന്ന് പറയുന്നത്. അതായത് തുഷാരം, അതുപോലെ തന്നെ ഹിമം, അതുപോലെ മൂടൽ മഞ്ഞ്, മേഘം, ഇതൊക്കെ എന്താണ്, ഘനീകരണ രൂപങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മേഘങ്ങളാണെങ്കിലും തുഷാരമാണെങ്കിലും ഹിമമാണെങ്കിലും മൂടൽമഞ്ഞൊക്കെ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ഘനീകരണത്തിന്റെ ഓരോരോ രൂപങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ തുഷാരം എന്ന് പറഞ്ഞാൽ എന്താണ് തുഷാരം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ സാധാരണ കാണാറുള്ളതാണ്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ അല്ലെ, അതായത് നല്ല തണുപ്പുള്ള സീസണില് രാത്രി കാലങ്ങളിൽ ഭയങ്കര തണുപ്പുള്ള ദിവസങ്ങളിലൊക്കെ പിറ്റേ ദിവസം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഈ ചെടികളിലൊക്കെ ഇങ്ങനെ മഴത്തുള്ളി പോലെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. ഓക്കെ, ഈ മഴത്തുള്ളി പോലെ ജലത്തുള്ളികൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ഇതിനെയാണ് തുഷാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തുഷാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രാത്രി കാലങ്ങളിൽ വളരെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും, ഈ നീരാവി ഘനീഭവിച്ചിട്ട് വെള്ളത്തുള്ളികളായിട്ട് മാറുക. ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, തുഷാരം എന്ന് പറയുന്നത്. ഇനി ഹിമം എന്ന് പറഞ്ഞാലോ, ഇത് കുറച്ചും കൂടി തണുപ്പ് കൂടിയ പ്രദേശങ്ങളായിരിക്കും, പ്രത്യേകിച്ച് ധ്രുവ പ്രദേശങ്ങളിലൊക്കെ. അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനില വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ജലത്തുള്ളികൾക്ക് പകരമായിട്ട് ഇവിടെ എന്താവും, ചെറിയ രീതിയിലുള്ള മഞ്ഞ് കണങ്ങൾ അല്ലെങ്കിൽ ഹിമകണങ്ങളായിട്ട് ഇങ്ങനെ കാണും. അതായത് ഇങ്ങനെ വെള്ള പൊടിപൊടി പോലെ കാണപ്പെടും. ഇതിനെയാണ് ഹിമകണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മൂടൽമഞ്ഞ് അല്ലെ, മൂടൽമഞ്ഞൊക്കെ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രതിഭാസമാണ് മൂടൽമഞ്ഞ് എന്ന് പറയുന്നത്. അതിൽ തന്നെ വരുന്നതാണ് നേർത്ത മൂടൽമഞ്ഞും കനത്ത മൂടൽമഞ്ഞും. നേർത്ത മൂടൽമഞ്ഞിനെ വിളിക്കുന്ന പേരാണ് മിസ്റ്റ് ട്ടാ, അതൊന്ന് ഓർത്തു വയ്ക്കുക, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നേർത്ത മൂടൽമഞ്ഞിനെ പറയുന്ന പേരെന്താണ്, മിസ്റ്റ്. കനത്ത മൂടൽമഞ്ഞിനെയാണ് ഫോഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ മൂടൽമഞ്ഞ്, അതായത് നമുക്ക് അടുത്തുള്ള ആളുകളെ പോലും കാണാൻ സാധിക്കില്ല, അത്രയും മൂടൽമഞ്ഞ് നിറഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിനൊക്കെയാണ് കനത്ത മൂടൽമഞ്ഞ് എന്ന് പറയുന്നത്. അതിനെയാണ് ഫോഗ് എന്ന് പറയുന്നത്. നേർത്ത മൂടൽമഞ്ഞാണെങ്കിൽ അതെന്താണ്, മിസ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് മേഘങ്ങൾ അല്ലെ. മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഘനീകരണ രൂപമാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ചും കൊണ്ട് നീരാവി തണുത്തുറഞ്ഞ് ജലമായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സാണ് ഏത്, മേഘങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ മേഘങ്ങളിലുള്ള ജലകണികകളുടെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും, 0.001 സെന്റിമീറ്ററിലും താഴെയായിരിക്കും. ഓക്കെ, അതായത് മേഘം നമ്മൾ പറഞ്ഞില്ലേ, ജലം നീരാവിയായി എന്ത് ചെയ്യാണ്, അത് ഘനീഭവിച്ചിട്ടാണ് മേഘങ്ങളായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പൊ മേഘത്തിന്റെ ഉള്ളിലുള്ള ജലകണികകളുടെ വലിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കും, 0.001 1 സെന്റിമീറ്ററിൽ താഴെയായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അത് അങ്ങനെ അവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നത്. അതിലും വലിപ്പം കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിനവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോഴാണ് മഴയൊക്കെ പെയ്യുന്നത്. കാരണം മേഘങ്ങളിലുള്ള ജലകണികകളുടെ വലിപ്പം കൂടി കഴിഞ്ഞാൽ ഈ ഭൂഗുരുത്വാകർഷണം മുഖേന എന്ത് ചെയ്യും, അതൊക്കെ താഴത്തോട്ടേക്ക് പതിക്കാനായിട്ട് തുടങ്ങും. അതാണ് എന്തായിട്ട് മാറുന്നത്, മഴയായിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നമ്മൾ എന്താ പറഞ്ഞത്, ഘനീകരണ രൂപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഘനീകരണ രൂപങ്ങൾ എന്ന് പറയുന്നത്, തുഷാരം, ഹിമം, അതുപോലെ മൂടൽമഞ്ഞ്, പിന്നെ ഏതാണ്, മേഘങ്ങൾ. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ, തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ. ഇതൊക്കെയാണ് ഘനീകരണ രൂപങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പറഞ്ഞ മേഘങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ പലതരത്തിലുള്ള മേഘങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലെ ഒന്നാമത്തെ മേഘമാണ് സിറസ് മേഘങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ മേഘങ്ങളിലെ ആദ്യത്തെ മേഘം ഏതാണ്, സിറസ് മേഘങ്ങളാണ്. ഈ സിറസ് മേഘങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം മനസ്സിലുണ്ടായാൽ മതി.
അതായത് വളരെ തെളിഞ്ഞൊരു അന്തരീക്ഷം, അതാണ് സിറസ് അല്ലെ. സിറസ് മേഘങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താണ്, വളരെ തെളിഞ്ഞ ഒരു അന്തരീക്ഷം ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതായത് വളരെ ഉയരത്തിലായിരിക്കും ഇവിടെ മേഘങ്ങൾ കാണാനായിട്ട് സാധിക്കുക. അതും വളരെ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ, ഓക്കെ, വളരെ നേർത്ത തൂവൽ കെട്ടുകൾ പോലെയായിരിക്കും ഈ മേഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ഏറ്റവും ഉയരത്തിലായിരിക്കും, അതുപോലെ തന്നെ തെളിഞ്ഞ അന്തരീക്ഷത്തിലായിരിക്കും, അതുപോലെ നമ്മൾ പറഞ്ഞു നേർത്ത തൂവൽക്കെട്ടുകൾ പോലെയായിരിക്കും ഈ മേഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് സിറസ് മേഘങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ പഠിച്ചു വെച്ചോളൂ. ഇതിന്റെ ഉയരം നോക്കുകയാണെങ്കിൽ ഏകദേശം 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെ ഉയരത്തിലാണ് ഏത് കാണുന്നത്? സിറസ് മേഘങ്ങൾ കാണപ്പെടുന്നത്. അതായത് ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിലായിരിക്കും ഇവ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെയായിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നേർത്ത തൂവൽക്കെട്ടാണ് കേട്ടോ. വേറെ ഒരു തൂവൽക്കെട്ടുണ്ട്, അപ്പൊ അത് രണ്ടും കൂടി മാറരുത്. വളരെ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങള്. വളരെ ഉയരത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. എത്രയാണ്? 8000 മുതൽ 12000 മീറ്റർ ഉയരത്തിലാണ് ഇവയെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് ഈ മേഘങ്ങൾ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. സിറസ് മേഘങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു പിക്ചർ മനസ്സിലുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടത് ക്യുമുലസ് മേഘങ്ങളാണ്. ക്യുമുലസ് എന്ന് കേൾക്കുമ്പോ തന്നെ ദേ ഇങ്ങനെ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഇങ്ങനെ മേഘത്തിനെ ആലോചിച്ചാൽ മതി. ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന വളരെ ക്യൂട്ട് ആയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്ന ഒരു മേഘമാണെന്ന് ആലോചിച്ചാൽ മതി. ഇതിന്റെ ഉയരം നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞത് 8000 മീറ്റർ മുതൽ 12000 മീറ്റർ വരെയാണ് അല്ലെ. അതായത് വളരെ ഉയരത്തിലാണ്. അതിനും കുറച്ച് താഴെയായിട്ട് 4000 മീറ്റർ മുതൽ 7000 മീറ്റർ വരെ ഉയരത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. എത്ര മീറ്റർ ആണ്? 4000 മീറ്ററിനും 7000 മീറ്ററും അല്ലെ. 4000 മീറ്റർ ടു 7000 മീറ്റർ ഉയരത്തിലാണ് ക്യുമുലസ് മേഘങ്ങളെ കാണാൻ പറ്റുന്നത്. മറ്റേതാണെങ്കിലോ സിറസ് ആണെങ്കിൽ 8000 മുതൽ 12000 വരെ, 8000 മുതൽ 12000 മീറ്റർ വരെ ആയിരിക്കും. അപ്പൊ ക്യുമുലസ് ആണെങ്കിൽ 4000 മുതൽ 7000 മീറ്റർ വരെയാണ് ഉയരത്തിൽ കാണപ്പെടുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്നത്. അതാണ് ഇതിലെ ഹൈലൈറ്റ് പോയിന്റ്. അങ്ങനെ തന്നെയാണ് ചോദിക്കാറുള്ളത്. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഏത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെച്ചേക്കുക, അതെന്താണ്? ക്യുമുലസ് മേഘങ്ങളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് അധികവും ഈ ഒരു മേഘവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഏതാണ്? ക്യുമുലസ് മേഘങ്ങൾ. ഇതും പറഞ്ഞ പോലെ തന്നെ തൂവൽ കെട്ടുകൾ പോലെയാണ് കാണപ്പെടുന്നത്. അതുപോലെ ലംബ ദിശയിലായിരിക്കും ഇവ വ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിവിടെ നോക്കിയാൽ മനസ്സിലാവും അല്ലെ. ഒരു ലംബ ദിശയിൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലംബ ദിശയിലായിരിക്കും ഈ മേഘങ്ങളെ കാണാൻ പറ്റുന്നത്. തൂവൽ കെട്ടുകൾ പോലെ അല്ലെ, ഒരു കെട്ട് പോലെയാണ് കാണപ്പെടുന്നത്. നമ്മൾ സിറസിൽ എങ്ങനെയാണ് നേർത്ത തൂവൽക്കെട്ടുകളാണ് അല്ലെ. നേർത്ത തൂവൽക്കെട്ടാണ്. ഇവിടെ എന്താണ്? ഒറ്റല്ലേ ഒരു തൂവൽക്കെട്ട് പോലെ ലംബ ദിശയിലാണ് കാണാനായിട്ട് പറ്റുന്നത്. അതും എങ്ങനെയാണ്? ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മേഘങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ ക്യുമുലസ് മേഘങ്ങൾ കിട്ടും അല്ലെ. വളരെ ക്യൂട്ടായിട്ട് ഒരു പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘമാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ക്യുമുലസ് മേഘങ്ങളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം? ഒന്ന് പറഞ്ഞു, ഇതിന്റെ ഉയരാണ് അല്ലെ. ഏകദേശം 4000 മുതൽ 7000 മീറ്റർ വരെ ഉയരത്തിലാണ് ക്യുമുലസ് മേഘങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത്. അതും എങ്ങനെയാണ്? ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ടാണ് ഇവ രൂപം കൊള്ളുന്നത്. അതും എങ്ങനത്തതാണ്? തൂവൽക്കെട്ട് അല്ലെ. തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന ലംബ ദിശയിൽ വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ഓക്കെ, രണ്ട് മേഘങ്ങളും കിട്ടിയല്ലോ. ഇനി അടുത്തത് സ്ട്രാറ്റസ് മേഘങ്ങളാണ്. സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. സ്റ്റാറ്റസ് പോലെ ഇങ്ങനെ ഓരോരോ പാളി പോലെ കാണപ്പെടുന്നതാണ്. ഇവിടെ പിക്ചറിൽ കാണാം അല്ലെ. ഇങ്ങനെ ഓരോരോ പാളി പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മളിപ്പോ സ്റ്റാറ്റസ് ഇടുന്നത് എങ്ങനെയായിരിക്കും? കുറെ ഉണ്ടാവൂലേ സ്റ്റാറ്റസ്. ഇങ്ങനെ ഓരോരോ പാളി പോലെ ആയിട്ടെന്ന് ആലോചിച്ചാൽ മതി. അത് തന്നെയാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. പാളികളായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിലായിരിക്കും ഇവ കാണപ്പെടുന്നത്. അതായത് താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇത് സ്ട്രാറ്റസ് മേഘങ്ങൾ. അത്രയും കാര്യം അവിടെ പഠിച്ചാൽ മതി. അവിടെ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് പാളികളായിട്ട് കാണപ്പെടുന്നത്. ഏത് മേഘാണ്? സ്ട്രാറ്റസ് മേഘം. ഓക്കെ, അടുത്തത് നിംബസ് മേഘാണ്. നിംബസ് മേഘം എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നല്ല മഴ പെയ്യാൻ പോകുന്ന സമയത്ത്, ഇരുട്ടും കുത്തി മഴ പെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു കളർ പോലെ തന്നെ കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട ചാര നിറമായിരിക്കും എന്തിനുണ്ടാവുക? നിംബസ് മേഘങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ മേഘങ്ങളെ മഴ മേഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതും ചോദിക്കാറുള്ളതാണ്. മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ഏത് എന്ന് ചോദിക്കും. ഏതാണ്? നിംബസ് മേഘങ്ങൾ. അതുപോലെ തന്നെ ഇതിന്റെ നിറം ചോദിക്കുകയാണെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട നിറമായിരിക്കും നിംബസ് മേഘങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ,
അതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട്, താഴ്ന്ന വിധാനങ്ങളിലായിരിക്കും ഈ ഒരു മേഘങ്ങളെ കാണാനായിട്ട് സാധിക്കുക. അതായത് വളരെ ഉയരത്തിലായിരിക്കില്ല. വളരെ ഉയരത്തിലാണെങ്കിൽ അതെന്തായിരിക്കും, വളരെ ഉയരത്തിലാണെങ്കിൽ അത് സിറസ് മേഘങ്ങളായിരിക്കും. ഇതൊക്കെ എന്താണ്, താഴ്ന്ന വിധാനങ്ങളിലായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിംബസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഇരുട്ട് അല്ലെ, കറുത്ത ഇരുണ്ട് വരുന്ന മേഘങ്ങളാണ്. അതായത് മഴമേഘങ്ങളായിരിക്കും. താഴ്ന്ന വിധാനങ്ങളിലാണ് ഈ മേഘങ്ങളെ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, നിംബസ് കിട്ടുമല്ലോ. സ്ട്രാറ്റസ് ആണെങ്കിലോ പാളികൾ അല്ലെ, പാളികളായിട്ട് കാണപ്പെടുന്ന മേഘങ്ങളാണ്. താഴ്ന്ന വിധാനങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ക്യുമുലസ് ആണെങ്കിലോ 4000 മുതൽ 7000 മീറ്റർ വരെ ഉയരത്തിലാണ് ക്യുമുലസ് മേഘങ്ങളെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ്, ഉയർന്ന സംവഹന പ്രവാഹ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ്. തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ലംബ ദിശയിൽ വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്, സിറസിലെ, സിറസിന്റെ പ്രത്യേകത എന്താ, വളരെ ഉയർന്ന തലത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ്. പ്രത്യേകിച്ച് 8000 മുതൽ 12000 മീറ്റർ ഉയരത്തിലാണ് ഈ പറഞ്ഞ സിറസ് മേഘങ്ങളെ കാണാനായിട്ട് സാധിക്കുക. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ കാണാൻ പറ്റുന്ന മേഘങ്ങൾ കൂടിയാണ് ഏത്, സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേർത്ത തൂവൽക്കെട്ടുകളുടെ രൂപത്തിലായിരിക്കും ഏത് കാണാനായിട്ട് പറ്റുന്നത്, സിറസ് മേഘങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ മേഘങ്ങളെ പറ്റിയിട്ട്. ഇനി പരീക്ഷയിൽ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും കിട്ടുമല്ലോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് വർഷണത്തെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ വർഷണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ടോപ്പിക്കിൽ വർഷണത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എവിടുന്ന് ഈ വർഷണം കയറി വന്നതെന്ന് ചോദിച്ചാല്, നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന മഴയുണ്ടല്ലോ, ഈ മഴ എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്, വർഷണത്തിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പൊ വർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി മേഘങ്ങളെ പറ്റി പഠിച്ചു അല്ലെ. മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ ഒക്കെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചുണ്ടാകുന്നതാണ് മേഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മേഘങ്ങളിലുള്ള ജലകണികകളുടെ വലിപ്പം എങ്ങനെയായിരിക്കും, സാധാരണ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് അവയ്ക്ക് അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. എന്നാൽ ആ ജലകണികകളുടെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ, ഓക്കെ, ജലകണികളുടെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ അവയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഭൂഗുരുത്വാകർഷണ ബലത്തെ തുടർന്ന് അവരെന്ത് ചെയ്യും, താഴത്തോട്ടേക്ക് പതിക്കാനായിട്ട് തുടങ്ങും. ആ താഴത്തോട്ടേക്ക് പതിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, വർഷണം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പൊ വർഷണം എന്താന്ന് കിട്ടിയല്ലോ, തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂടി വരുന്നു. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്രയും വലുപ്പമായി കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യും, ജലകണികകള് മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. മേഘങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, താഴത്തോട്ടേക്ക് അത് പതിക്കാനായിട്ട് തുടങ്ങും. അതിനെയാണ് വർഷണം എന്ന് പറയുന്നത്. അപ്പൊ വർഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇത്, നമ്മുടെ മഴ. അതുപോലെ തന്നെയാണ് മഞ്ഞുവീഴ്ച. മഞ്ഞുവീഴ്ചയും എന്താണ്, ഒരു വർഷണത്തിന്റെ ഭാഗമായിട്ടതാണ്. പിന്നെ ഏതാണ്, ആലിപ്പഴ വീഴ്ച. ആലിപ്പഴ വീഴ്ചയും അതുപോലെ തന്നെ മഞ്ഞുവീഴ്ചയും അതുപോലെ മഴയും ഇതൊക്കെ എന്താണ്, വർഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് അന്തരീക്ഷത്തിലുള്ള ഈ പറഞ്ഞ മേഘങ്ങളിലൊക്കെ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം എന്ത് ചെയ്യാണ്, കൂടിക്കഴിഞ്ഞാല്, അതായത് ഇങ്ങനെ ഉയർന്ന രീതിയിൽ ഇങ്ങനെ ഘനീകരണം നടക്കുന്നതിലൂടെ ഈ ജലകണികകളുടെ വലിപ്പം കൂടിക്കൂടി വരും. അപ്പൊ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ അന്തരീക്ഷത്തിൽ അധികം നേരം നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഭൂഗുരുത്വാകർഷണത്തെ തുടർന്ന് എന്ത് ചെയ്യും, എല്ലാവരും താഴത്തോട്ടേക്ക് പതിക്കാൻ തുടങ്ങും. അതിനെയാണ് വർഷണം എന്ന് പറയുന്നത്. ആ വർഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മഴ, മഞ്ഞുവീഴ്ച, അതുപോലെ തന്നെ ആലിപ്പഴ വീഴ്ച. കിട്ടിയല്ലോ. ഇനി നമുക്ക് അതിലെ ഓരോന്നായിട്ടൊന്ന് നോക്കാം. അതിൽ നമുക്ക് ആദ്യം മഞ്ഞുവീഴ്ച നോക്കാം. മഴയെ പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പൊ മഞ്ഞുവീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എവിടെയായിരിക്കും സാധാരണ കാണാം, നമുക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല അല്ലെ. പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ, ധ്രുവ പ്രദേശങ്ങളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കഴിഞ്ഞാല് അവിടെ എന്ത് ചെയ്യും, നേർത്ത ഹിമപരലുകളുടെ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ മഞ്ഞുവീഴ്ച ഉണ്ടാവുന്നത്. ചെറിയ മഞ്ഞ് കണങ്ങളായിട്ട് എന്ത് ചെയ്യും, ഇവങ്ങനെ പതിക്കാനായിട്ട് തുടങ്ങും. അതാണ് നമ്മൾ മുന്നേ പറഞ്ഞ ഹിമകണങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിങ്ങനെ ആ വർഷണത്തിന്റെ ഭാഗമായിട്ട് ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ ഭൂമിയിലോട്ടേക്ക് പതിക്കാൻ തുടങ്ങും. ഇതിനെയാണ് മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത്. അപ്പൊ മഞ്ഞുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താ, വർഷണത്തിന്റെ ഭാഗമാണെന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തതാണ് ആലിപ്പഴ വീഴ്ച അല്ലെ. ആലിപ്പഴ വീഴ്ച, ഇവിടെ ഈ ഹിമകണങ്ങൾക്ക് പകരം കുറച്ചും കൂടി വലുപ്പത്തിലുള്ള മഞ്ഞുകട്ടകളായിരിക്കും വീഴുക. ഈ കാണുന്നത് പോലെ കുറച്ച് വലുപ്പത്തിലായിരിക്കും. മറ്റേതാണ് വളരെ നേർത്തതായിരിക്കും. ഇതെന്തായിരിക്കും, കുറച്ച് വലിയ, നമ്മുടെ ഐസും കട്ട പോലെ കുറച്ച് വലിപ്പമുള്ളതായിരിക്കും. ഇതിനെയാണ് ആലിപ്പഴം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആലിപ്പഴം. ഈ ആലിപ്പഴം വീഴ്ച എന്ന് പറയുന്നത് എന്താണ്, വർഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ മഴയാണെങ്കിലും മഞ്ഞുവീഴ്ചയാണെങ്കിലും ആലിപ്പഴ വീഴ്ചയാണെങ്കിലും അതൊക്കെ എന്താണ്, വർഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് മഴയാണ് അല്ലെ. നമ്മൾ പറഞ്ഞു മഴ എന്ന് പറഞ്ഞാൽ വർഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള മഴകളെ പറ്റിയിട്ടാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അതില് എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് സംവഹന വൃഷ്ടി അല്ലെ. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൃഷ്ടി. വൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ, മഴയാണ്. മലയാളത്തില് പദശുദ്ധിയിൽ വന്നൊരു പദമാണ് വൃഷ്ടി. പല ടീ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കട്ടാ.
ഇതാണ് ശരിയായ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, വൃഷ്ടി എന്ന് പറയുന്നത്. വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴയാണ്. അപ്പൊ സംവഹന വൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംവഹന വൃഷ്ടി എന്ന് പറഞ്ഞാല് സംവഹന വൃഷ്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഉച്ചലിത വൃഷ്ടി എന്ന് പറയും. അതുപോലെ തന്നെ 4 മണി മഴ എന്നൊക്കെ പറയും. അതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. 4 മണി മഴ ചോദിച്ചിട്ടില്ല, ഉച്ചലിത വൃഷ്ടി ചോദിച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം. അപ്പൊ എന്താണ് സംവഹന വൃഷ്ടി എന്ന് പറഞ്ഞാല് ഇത് എവിടെയാണ് സാധാരണ കാണാനായിട്ട് സാധിക്കുക? അതായത് മധ്യരേഖാ പ്രദേശങ്ങളിൽ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നല്ല ചൂട് കിട്ടുന്ന സ്ഥലങ്ങളിൽ അവിടെയാണ് ഈ പറഞ്ഞ സംവഹന വൃഷ്ടി സാധാരണയായിട്ട് കാണാറുള്ളത്. അതായത് രാവിലെയൊക്കെ എന്തായിരിക്കും? രാവിലെ മുതൽ ഉച്ച വരെ നല്ല ചൂടായിരിക്കും ആ പ്രദേശങ്ങളിൽ. കാരണം ഭൂമധ്യരേഖാ പ്രദേശങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? സൂര്യൻ നേരിട്ട് അവിടെ പതിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഭയങ്കര ചൂടായിരിക്കും. അങ്ങനെ ഈ ചൂടായ വായു എന്ത് ചെയ്യും? വികസിച്ചിട്ട് മുകളിലേക്ക് ഉയരുകയും അത് പിന്നീട് തണുത്തുറഞ്ഞ് ഘനീഭവിച്ചിട്ട് ക്യുമുലസ് മേഘങ്ങളായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, മഴ പെയ്യുമ്പോൾ ഇതെങ്ങനെയാ ക്യുമുലസ് മേഘങ്ങൾ വന്നു എന്ന് വിചാരിക്കും. ഇവിടെ ഇരുട്ടും കുത്തിയിട്ടുള്ള മഴയല്ല വരുന്നത്. ഇവിടെ എങ്ങനെയാണ്? നല്ല ചൂടായിരിക്കും, നല്ല ചൂട് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ആ ഒരു വെളിച്ചത്തിൽ തന്നെ ഉള്ള മഴയായിരിക്കും. അപ്പൊ അവിടെ ഇരുട്ടും കുത്തിയിട്ടുള്ള മഴയല്ല ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ ക്യുമുലസ് മേഘങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് എവിടെയാണ് സാധാരണ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നല്ല ചൂട് കിട്ടുന്ന പ്രദേശങ്ങളിലായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലായിരിക്കും. ഇവിടെ എങ്ങനെയായിരിക്കും? ഉച്ചവരെ പകല് മുതൽ ഉച്ചവരെ എങ്ങനെയായിരിക്കും? ഭയങ്കര ചൂടായിരിക്കും. അങ്ങനെ ചൂടായിട്ടുള്ള വായു എന്ത് ചെയ്യും? ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുകയും അത് പിന്നീട് തണുത്തുറഞ്ഞ് ഘനീഭവിച്ചിട്ട് ഏത് മേഘമായിട്ട് മാറും? ക്യുമുലസ് മേഘങ്ങളായിട്ട് മാറും. പിന്നീട് അങ്ങോട്ടേക്ക് ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് സാധാരണ ഇതിങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു മഴ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഉച്ചലിത വൃഷ്ടി അല്ലെങ്കിൽ 4 മണി മഴ എന്ന് പറയുന്നത്. അപ്പം ഉച്ചലിത വൃഷ്ടി എന്ന് ചോദിച്ചാലും 4 മണി മഴ എന്ന് ചോദിച്ചാലും ഒക്കെ എന്ത് തന്നെയാണ്? സംവഹന വൃഷ്ടിയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ സംവഹന വൃഷ്ടി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവണം നല്ല ചൂടുള്ള പ്രദേശങ്ങളില് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു മഴയാണ്. കാരണം എന്താ? നല്ല ചൂട് അടിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള ചൂടുവായു എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരുകയോ അത് പിന്നീട് തണുത്തുറഞ്ഞ് ഘനീഭവിച്ചിട്ട് ക്യുമുലസ് മേഘങ്ങളായിട്ട് മാറുകയും ചെയ്യും. പിന്നീട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴ ഉണ്ടാവാൻ ചെയ്യാം. ഇത് അധിക നേരം ഒന്നും നിൽക്കൂല കേട്ടോ, കുറച്ചു നേരം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു മഴ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മഴയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന മഴ ആയതുകൊണ്ട് തന്നെ ഉച്ചലിത വൃഷ്ടി എന്നും പറയും. പിന്നെ സ്വാഭാവികമായിട്ടല്ലേ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 4 മണി മഴ എന്ന പേരിലും അറിയപ്പെടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ സംവഹന വൃഷ്ടി കിട്ടിയല്ലോ. ഇനി അടുത്തത് പർവ്വത വൃഷ്ടിയാണ്. അപ്പൊ സംവഹന വൃഷ്ടി നമ്മൾ പഠിച്ചു. അടുത്തൊരു വൃഷ്ടി ഏതാണ്? സംവഹന വൃഷ്ടിയാണ്. സംവഹന വൃഷ്ടിനെ പറയുന്ന സംവഹന വൃഷ്ടിയല്ല, പർവ്വത വൃഷ്ടി. ഓക്കെ, മാറിപ്പോയതാണ്. പർവ്വത വൃഷ്ടി അല്ലെ? പർവ്വത വൃഷ്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ശൈലവൃഷ്ടി എന്ന് പറയുന്നത്. അതും ചോദിക്കുന്നതാണ്. ചിലപ്പോ ഓപ്ഷനിൽ ശൈലവൃഷ്ടി എന്നായിരിക്കും. അപ്പൊ ശൈലവൃഷ്ടി എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് എന്താന്ന് മാറിപ്പോകരുത്. പർവ്വതം എന്ന് പറയുന്നതിന്റെ അതേ അർത്ഥം തന്നെയാണ് ശൈലത്തിനുള്ളത്. ഓക്കെ, പർവ്വതം എന്ന് പറയുന്നത് തന്നെയാണ്. പർവ്വതം, ഗിരി, ശൈലം ഒക്കെ എന്താ? ഒരേ മീനിങ്ങിൽ വരുന്നതാണ്. അപ്പൊ പർവ്വതവൃഷ്ടി എന്ന് പറഞ്ഞാലും ശൈലവൃഷ്ടി എന്ന് പറഞ്ഞാലും ഒരേ സാധനമാണ്. ഇനി എന്താണ് പർവ്വതവൃഷ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പകൽ സമയങ്ങളിൽ നമ്മുടെ കടൽ എന്ത് ചെയ്യും? കടലിൽ നിന്നുള്ള ചൂട് പിടിച്ച വായു എന്ത് ചെയ്യും? ഇങ്ങനെ കരയിലോട്ടേക്ക് വരും. കരയിലോട്ടേക്ക് വന്ന് നമ്മുടെ പർവ്വത പ്രദേശങ്ങളിലൂടെ ഉയർന്നു വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? മേഘമായിട്ട് രൂപീകരിക്കും. അതായത് നീരാവി ഘനീഭവിച്ചിട്ട് ഇവിടെ മേഘമായിട്ട് രൂപീകരിക്കുകയും ഇവിടെ നിന്ന് എന്ത് ചെയ്യും? മഴ പെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ, അതായത് കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ വായു എന്ത് ചെയ്യും? കരയിലൂടെ എങ്ങോട്ടേക്ക് വരും? പർവ്വത ചെരുവിലൂടെ കേറിപ്പോയിട്ട് ഇവിടെ മേഘരൂപീകരണം നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ മഴ പെയ്യും. അപ്പൊ ഈ പ്രദേശങ്ങൾ എന്ത് കിട്ടില്ല? മഴ കിട്ടൂല. ഇവിടെ മഴ ഉണ്ടാവില്ല. അതായത് പർവ്വതത്തിന് അഭിമുഖമായി നിൽക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും ഈ ഒരു മഴ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ പർവ്വത വൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് മഴ ഇല്ലാത്തത് കാരണം ഇവിടെ നമ്മൾ മഴ നിഴൽ പ്രദേശങ്ങൾ എന്ന് പറയും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇടുക്കിയിലല്ല, കേരളത്തിലെ മഴ നിഴൽ പ്രദേശം ഏത് എന്ന് ചോദിക്കാറുണ്ട് പരീക്ഷയിൽ. ഏതാണ്? ചിന്നാറാണ്. കാരണം ഈ ഒരു പർവ്വത പ്രദേശത്തിന്റെ ഈ ഒരു ഭാഗത്ത് എന്ത് കിട്ടില്ല? മഴ കിട്ടില്ല. ഇവിടെ എവിടെയാണോ അതായത് ഈ പർവ്വതത്തിന്റെ എവിടെയാണോ അഭിമുഖീകരിച്ച് നിൽക്കുന്നത് ആ ഭാഗത്ത് മാത്രമായിരിക്കും മഴ ലഭിക്കുക. അപ്പൊ അങ്ങനെ കിട്ടുന്ന മഴയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പർവ്വത വൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കാം. അടുത്തത് ചക്രവാത വൃഷ്ടിയാണ്. എന്താണ് ചക്രവാത വൃഷ്ടി എന്ന് ചോദിച്ചാല് എന്താണ് ചക്രവാത വൃഷ്ടി? അതായത് നല്ല ഉഷ്ണവായുവും അതുപോലെ തന്നെ ശീതവായുവും കൂടി ചേരുന്ന സമയത്ത്, അതായത് നല്ല ചൂടുവായുവും അതുപോലെ തന്നെ നല്ല തണുത്ത വായുവും കൂടി അന്തരീക്ഷത്തിൽ ഇങ്ങനെ കൂടി ചേരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ചൂടുവായു എന്ത് ചെയ്യും? മുകളിലോട്ടേക്ക് ഉയർത്തപ്പെടും. ഓക്കെ, അതായത് ഉഷ്ണവായു എന്ത് ചെയ്യും? മുകളിലോട്ടേക്ക് ഉയർത്തപ്പെടും. ഒരു സെക്കൻഡ്. ഓക്കെ,
ഇതെന്ത് ചെയ്യും? ഈ ചൂടുവായു മുകളിലോട്ട് ഉയർത്തപ്പെടുകയും ഇവിടെ മേഘരൂപീകരണം നടന്നിട്ട് ഇവിടെ മഴ പെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്ന മഴയെ വിളിക്കുന്ന പേരാണ് ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ചക്രവാത വൃഷ്ടി എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ചൂടുവായു അല്ലെങ്കിൽ ഉഷ്ണവായുവും ശീതവായുവും തമ്മിൽ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിൽ എന്താ സംഭവിക്കുക? ഉഷ്ണവായു മുകളിലേക്ക് ഉയരുകയും അവിടെ മേഘരൂപീകരണം നടന്ന് മഴ പെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള മഴയെ വിളിക്കുന്ന പേരാണ് ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, അതാണ് വാതമുഖ മഴ എന്ന് പറയും കേട്ടോ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? വാതമുഖ മഴ. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ ചക്രവാത വൃഷ്ടി എന്ന് കിട്ടിയല്ലോ. എന്താണ്? ഉഷ്ണവായുവും ചൂടുവായുവും തമ്മിൽ കൂടിച്ചേരുന്ന പ്രദേശങ്ങളിൽ ഉഷ്ണവായു എന്ത് ചെയ്യും? മുകളിലോട്ട് ഉയരുകയും അവിടെ മേഘരൂപീകരണം നടന്ന് മഴ പെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ലഭിക്കുന്ന മഴയെ വിളിക്കുന്ന പേരാണ് ചക്രവാത വൃഷ്ടി അല്ലെങ്കിൽ വാതമുഖ മഴ എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ മൂന്ന് മഴകളെ പറ്റിയും കിട്ടിയല്ലോ. ആദ്യം നമ്മൾ സംവഹന വൃഷ്ടി പറഞ്ഞു. അതിനുശേഷം സംവഹന വൃഷ്ടി എവിടെയാണ് സംഭവിക്കുന്നത് സാധാരണ? അല്ലെ, നല്ല ചൂടുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മധ്യരേഖാ പ്രദേശങ്ങളിലായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നല്ല ചൂട് കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ്, മറ്റൊരു പേരെന്തായിരുന്നു? ഉച്ചലിത വൃഷ്ടി. അതുപോലെ തന്നെ 4 മണി മഴ അല്ലെ, 4 മണി മഴ, അതുപോലെ തന്നെ ഉച്ചലിത വൃഷ്ടി എന്നൊക്കെ പറയുന്നത് സംവഹന വൃഷ്ടിയെയാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് പർവ്വത വൃഷ്ടിയാണ് അല്ലെ, പർവ്വത വൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടിയാണ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഏതാണ്? ചക്രവാത വൃഷ്ടിയാണ്. ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി മഴയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉറപ്പായാലും ചോദിക്കാൻ 100% സാധ്യതയുള്ള ഒരു കാര്യമാണ്. എന്താണ് പറയുന്നത്? മഴയുമായി ബന്ധപ്പെട്ട് അതിതീവ്ര മഴ, അതുപോലെ തന്നെ മേഘ വിസ്ഫോടനം. അപ്പൊ എപ്പോഴാണ് ഒരു അതിതീവ്ര മഴയായിട്ട് നമ്മൾ പറയാം? എപ്പോഴായിരിക്കും? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? അതിതീവ്ര മഴ എന്ന് പറയാം. ഓക്കെ, നോർമൽ മഴയല്ല, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ അവിടെ എന്താന്ന് പറയാൻ പറ്റും? അവിടെ മഴ, അതിതീവ്ര മഴ എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു മഴ എന്ന് പറയുന്നത് മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെ കിട്ടുന്ന അതിതീവ്രമായിട്ടുള്ള മഴ 1 മണിക്കൂറിൽ 10 സെന്റിമീറ്ററിലും കൂടുതൽ മഴ ലഭിക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? മേഘ സ്ഫോടനമായിട്ട് മാറും, മേഘ വിസ്ഫോടനമായിട്ട് മാറും. ഓക്കെ, അപ്പൊ അതിതീവ്ര മഴ എന്താവുകയാണ്? 1 മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ ആ മഴ ലഭിക്കുകയാണെങ്കിൽ അവിടെ എന്തായിട്ട് മാറും? അത് മേഘ വിസ്ഫോടനമായിട്ട് മാറും. അതാണ് നമ്മൾ ഈ പറഞ്ഞ ഇത് സാധാരണ എവിടെ നടക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർവ്വത പ്രദേശങ്ങളായിരിക്കും കൂടുതൽ ഇത് എഫക്ട് ചെയ്യാം. അതിന്റെ ഭാഗമായിട്ടാണ് 2019 നമ്മുടെ കവളപ്പാറയിലും അതുപോലെ തന്നെ പുത്തുമല അല്ലെ, കവളപ്പാറ എവിടെയാണ്? മലപ്പുറമാണ്. അതുപോലെ തന്നെ പുത്തുമല പ്രദേശങ്ങളിലൊക്കെ എന്തുണ്ടായിട്ടുള്ളത്? ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താണ്? ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പർവ്വത പ്രദേശങ്ങളിലായിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ അധികമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇതെന്താവും? ഉരുൾപൊട്ടലായിട്ട് മാറും. അതാണ് 2019 കവളപ്പാറയിലും പുത്തുമലയിലും സർവനാശം വിധിച്ചിട്ടുള്ള മഴയായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കവളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായിട്ടുള്ള ഈ ഒരു ഉരുൾപൊട്ടൽ നടന്ന വർഷം ഏതാ വർഷം? 2019. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സുനാമി വന്ന വർഷം, ഓഗി വന്ന വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ബോക്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെ ഈ വർഷം നിങ്ങൾ ഒരിക്കലും പഠിക്കാതിരിക്കരുത്. 2019 കവളപ്പാറ അതുപോലെ തന്നെ പുത്തുമലയിൽ ഉണ്ടായിട്ടുള്ള ഈ സർവനാശം ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് 2024 ഇതേപോലെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതായിരുന്നു? മുണ്ടകൈ, ചൂരൽമല ആ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടല്. അപ്പൊ അവിടെ നിങ്ങൾ ഓർത്തു വെക്കണം, വർഷമാണ് 2024. 2024 മുണ്ടകൈയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? മേഘ വിസ്ഫോടനത്തിന്റെ ഭാഗമായിട്ടാണ്. അതായത് വളരെ ഉയർന്ന അളവിൽ മഴ ലഭിക്കുക എന്ന് പറയുമ്പോൾ മണിക്കൂറിൽ 10 സെന്റിമീറ്ററിലും കൂടുതൽ മഴ ലഭിക്കുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? ഈ പറഞ്ഞ പോലെ മേഘ വിസ്ഫോടനമൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ അത് പ്രത്യേകിച്ച് പർവ്വത പ്രദേശങ്ങളാണ് കൂടുതൽ ബാധിക്കുക. അതിന്റെ പ്രകാരമാണ് ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത്. അതിൽ പ്രകാരമാണ് 2019 എവിടെ? കവളപ്പാറയിലും പിന്നെ എവിടെയായിരുന്നു? പുത്തുമലയിലും ഈ ഒരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ 2024 എവിടെ? നമ്മുടെ മുണ്ടകൈ, ചൂരൽമലയിലും ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ വർഷം അവിടെ ഓർത്തു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു ടോപ്പിക്കാണ് അന്തരീക്ഷ മർദ്ദവും കാറ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പം ഒരു ടോപ്പിക്ക് കഴിഞ്ഞു, ഇനി വേറൊരു ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അപ്പൊ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഷോർട്ട് നോട്ടൊക്കെ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് നോട്ടൊക്കെ ഒന്ന് വായിക്കുക. എന്നിട്ട് അതൊക്കെ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക, ഓരോ കാര്യങ്ങളും. ഓക്കെ, അങ്ങനെ സ്വയം നിങ്ങളോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 80 to 90% നമ്മൾ പഠിച്ചൊരു ഫീൽ കിട്ടും. പിന്നീട് നമ്മൾ വീണ്ടും ആ ഒരു നോട്ട്സ് ഒന്ന് റെഫർ ചെയ്താൽ മാത്രം മതി.
എന്നിട്ട് നിങ്ങൾ ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും അടുത്തൊരു പുതിയ ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ രീതിയിൽ നിങ്ങളുടെ പഠനത്തിലെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, ഇപ്പം വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് കേട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ചിട്ടോ അത്രയും കാര്യങ്ങൾ പഠിച്ചെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കി ക്ലാസ് കേൾക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദവും കാറ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, മർദ്ദത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്തരീക്ഷ മർദ്ദം എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാല്? എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാല്? അന്തരീക്ഷ വായു ഭൗമ ഉപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഭാരത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് അല്ലെ. മറ്റെല്ലാ വസ്തുക്കളേക്ക് എന്ന പോലെ തന്നെ വായുവിനും എന്തുണ്ട്? ഭാരമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ അന്തരീക്ഷ വായു ഭൗമ ഉപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ആ ഒരു ഭാരം, ആ ഭാരത്തിനെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ അന്തരീക്ഷ മർദ്ദം എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ ആയിരിക്കില്ല. ഓക്കെ, അതായത് അന്തരീക്ഷ മർദ്ദം എല്ലാ സ്ഥലത്തും ഒരേപോലെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. എന്നാൽ എന്തൊക്കെ കാരണങ്ങളാണ് ഇതിന്റെ വ്യത്യാസത്തിനെ സ്വാധീനിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ പറയാം? അന്തരീക്ഷ താപനില വരും, അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം. ഓക്കെ, ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം. ഇതൊക്കെയാണ് എന്തിനെ സ്വാധീനിക്കുന്നത്? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, അന്തരീക്ഷ താപനില എങ്ങനെയാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും? അതായത് ഇപ്പൊ പ്രത്യേകിച്ച് നല്ല ചൂടുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിക്കുകയും ഭാരം കുറഞ്ഞ് ഉയരുകയും ചെയ്യും. ആ സ്ഥലങ്ങളിൽ അവിടെ ന്യൂനമർദ്ദമായിരിക്കും രൂപം കൊള്ളുക. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കണം എന്താണ് ന്യൂനമർദ്ദം, അതുപോലെ തന്നെ എന്താണ് ഉച്ചമർദ്ദം. അന്തരീക്ഷ മർദ്ദം കൂടുതലുള്ള പ്രദേശങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഉച്ചമർദ്ദം എന്ന് വിളിക്കും. ഓക്കെ, അന്തരീക്ഷ മർദ്ദം കൂടുതലുള്ള പ്രദേശങ്ങൾ എന്താ വിളിക്കുക? ഉച്ചമർദ്ദം എന്ന് വിളിക്കും. അന്തരീക്ഷ മർദ്ദം കുറവുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അന്തരീക്ഷ മർദ്ദം കുറവുള്ള ഭാഗത്തെ ന്യൂനമർദ്ദം എന്ന് പറയും. അപ്പൊ അന്തരീക്ഷ മർദ്ദം കൂടുതലുള്ള സ്ഥലത്തെ എന്താ വിളിക്കുക? ഉച്ചമർദ്ദവും കുറഞ്ഞ സ്ഥലത്തെ ന്യൂനമർദ്ദം എന്ന് വിളിക്കും. ഇവിടെ ഈ ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് വായുവിന്റെ സഞ്ചാരത്തെയാണ് എന്തെന്ന് പറയുന്നത്? കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കാറ്റ് എങ്ങനെ രൂപം കൊള്ളുന്നത്? ഈ ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലോട്ടൊക്കെയുള്ള വായുവിന്റെ ആ ഒരു സഞ്ചാരമാണ് കാറ്റായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം, മർദ്ദത്തെ നമ്മൾ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ് അന്തരീക്ഷ താപനില എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ അന്തരീക്ഷ താപനില കൂടിയ പ്രദേശങ്ങൾ എങ്ങനെയായിരിക്കും? അവിടെ ചൂട് പിടിച്ച വായു മുകളിലോട്ടേക്ക് ഉയരുകയും അവിടെ എന്ത് രൂപം കൊള്ളുന്നു? ന്യൂനമർദ്ദം രൂപം കൊള്ളുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ മറ്റുള്ള സ്ഥലത്ത് എങ്ങനെയായിരിക്കും? അവിടെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഉയരുന്ന വായു പിന്നീട് തണുത്തിട്ട് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? ഉച്ചമർദ്ദമായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താ? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്തായിരിക്കും? അന്തരീക്ഷ മർദ്ദം കുറയാണ് ചെയ്യുക. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഭൗമ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ടേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദത്തിന് എന്താ സംഭവിക്കുന്നത്? മർദ്ദം കുറയാണ് ചെയ്യുക അല്ലെ. കാരണം എന്താണ്? അങ്ങോട്ടേക്ക് പോകുമ്പോൾ വാതകങ്ങളുടെ അളവൊക്കെ വളരെ കുറവായിരിക്കും. അവിടെ എന്തായിരിക്കും? മർദ്ദം കുറവായിരിക്കും. അപ്പൊ മുകളിലോട്ടേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദത്തിന് എന്താ മാറ്റം ഉണ്ടാവുന്നത്? കുറയായിരിക്കും ചെയ്യുക. ഇനി അന്തരീക്ഷ വായുവിലെ ജലാംശം. അതും ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്തു വെക്കണേ. അതായത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലായിരിക്കും എന്ത് കുറയുന്നത്? അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. ഇത് ഓർത്തു വെക്കട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറഞ്ഞത്? ഓരോ 10 മീറ്ററിനും, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഓരോ 10 മീറ്റർ ഉയരത്തിലും 1 മില്ലിബാർ എന്ന രീതിയിലാണ് അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഓരോ 10 മീറ്ററിലും ഏകദേശം 1 മില്ലിബാർ എന്ന രീതിയിൽ എന്താണ് തോതിലാണ് എന്ത് കുറയുന്നത്? അന്തരീക്ഷ മർദ്ദം കുറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 പോയിന്റ് ഓർത്ത് വെച്ചേക്ക. അന്തരീക്ഷ താപനില, അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഇതൊക്കെ എന്തിനെ ബാധിക്കുന്നുണ്ട്? നമ്മൾ ഈ പറഞ്ഞ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ ആണ് അന്തരീക്ഷ വായുവിലെ ജലാംശം. അന്തരീക്ഷ വായുവിലെ ജലാംശം എന്ന് പറയുമ്പോൾ ആർദ്രത എന്ന് പറയും അല്ലെ. അന്തരീക്ഷ വായുവിലെ ജലാംശത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആർദ്രത എന്ന് വിളിക്കുന്നത്. അപ്പൊ ആർദ്രതയുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തായിരിക്കും? അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ആർദ്രത ഉള്ള സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും? അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും എന്നും കൂടി ഓർത്തു വെക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ 3 കാര്യങ്ങളും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാല്? എന്താണ് അന്തരീക്ഷ മർദ്ദം? ഭൗമ ഉപരിതലത്തില് വായു ഏൽപ്പിക്കുന്ന ആ ഒരു ഭാരത്തെയാണ് എന്തെന്ന് പറയുന്നത്?
അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത്. ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അതുപോലെ തന്നെ അന്തരീക്ഷ വായുവിലെ ജലാംശം. ഇത് മൂന്നും ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഓരോന്നായിട്ട് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞല്ലോ എന്താണ് അന്തരീക്ഷത്തിലെ അല്ലെങ്കിൽ ഭൗമ ഉപരിതലത്തില് വായു ഏൽപ്പിക്കുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാരത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഭൗമ ഉപരിതലത്തില് വായു ചെലുത്തുന്ന ശരാശരി ഭാരം എത്രയാണെന്ന് ചോദിച്ചാല് 1034 മില്ലിഗ്രാം പെർ ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതായത് ചതുരശ്ര സെന്റിമീറ്ററിന് 1034 മില്ലിഗ്രാം ആണ് എത്രയെന്ന് പറയുന്നത്, ഇതിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത്. ഇതൊരു പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഓർത്തു വെക്കുക. ഭൗമ ഉപരിതലത്തില് വായു ചെലുത്തുന്ന ശരാശരി ഭാരം എത്രയാണ്? 1034 മില്ലിഗ്രാം. ഓക്കെ അല്ലേ? 1034 മില്ലിഗ്രാം. ഇനി അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? രസബാരോമീറ്റർ ആണ് കേട്ടോ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? രസബാരോമീറ്റർ. രസബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത്. ഓക്കെ, അന്തരീക്ഷ മർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? രസബാരോമീറ്റർ. ഇനി അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന ഏകകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? മില്ലി ബാറും ഹെക്ടോ പാസ്കലും ആണ്. നമ്മൾ അതിലാണ് പറയാം മില്ലി ബാർ, അതുപോലെ തന്നെ ഹെക്ടോ പാസ്കൽ. അപ്പൊ അതിലാണ് അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഏകകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് ഏതാണ്? രസബാരോമീറ്റർ ആണ്. അതുപോലെ ഇത് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഏകകങ്ങളാണ് മില്ലി ബാറും അതുപോലെ തന്നെ ഹെക്ടോ പാസ്കലും. ഏതാണ്? മില്ലി ബാറിലും പറയും, അതുപോലെ തന്നെ ഹെക്ടോ പാസ്കലിലും. ഈ രണ്ടും ഓർത്തു വെക്കുക. ഇനി ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാവുന്ന മാറ്റം എന്താ സംഭവിക്കുക? കുറയുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദത്തിന് എന്താ സംഭവിക്കുന്നത്? കുറയായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വിളിക്കാം? ഉച്ചമർദ്ദം എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാല്? ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഉച്ചമർദ്ദമായിരിക്കും. അതേപോലെ തന്നെ ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കുറവാണെങ്കിൽ അതിനെന്ത് വിളിക്കും? ന്യൂനമർദ്ദം എന്ന് വിളിക്കും. അപ്പൊ ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ അവിടെ അന്തരീക്ഷ മർദ്ദം കൂടുതലായിരിക്കും, കുറവാണെങ്കിൽ ന്യൂനമർദ്ദമായിരിക്കും. ഓക്കെ, ഇനി ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഏത്? ഐസോബാർ അല്ലെങ്കിൽ സമമർദ്ദ രേഖകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. എന്താണ് സമമർദ്ദ രേഖകൾ? സമം അല്ലെ, ഒരേപോലെയുള്ളതാണ് സമമർദ്ദ രേഖകൾ. അതായത് ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സമമർദ്ദ രേഖകൾ. അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? ഐസോബാർസ്. ഇമ്പോർട്ടന്റ് ആണ്, ഐസോബാർസ്. അതാണ് ചോദിക്കാറുള്ളത്. ഐസോബാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖനെ വിളിക്കുന്ന പേരാണ് ഐസോബാർസ് അല്ലെങ്കിൽ സമമർദ്ദ രേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ റെഡി അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ പറഞ്ഞ മർദ്ദങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഗോള മർദ്ദ മേഖലകളെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞില്ലേ എല്ലായിടത്തും ഒരേ മർദ്ദമായിരിക്കില്ലേ, വ്യത്യാസം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതിനെ പല സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓരോ ഭാഗത്തുള്ള മർദ്ദ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെയാണ് കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പഠിച്ചെടുക്കാം. അപ്പൊ ഇവിടെയാണല്ലേ നമ്മളിപ്പോ ഭൂമിയിൽ അങ്ങ് വരച്ചു കഴിഞ്ഞാല് ഈ ഒരു പ്രദേശമാണ്, ഇതാണ് ഈ റെഡ് കളറിൽ കാണുന്നുണ്ടല്ലോ, ഈ ഒരു പ്രദേശമാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഉച്ചമർദ്ദവും ന്യൂനമർദ്ദവും ഒന്നും ഇപ്പൊ ആലോചിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് മധ്യരേഖ എന്ന് കിട്ടുമല്ലോ, സെന്ററിലൂടെ പോകുന്നതല്ലേ, അതാണ് ഭൂമധ്യരേഖ. ഇതിന്റെ സെന്ററിൽ പോകുന്നതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഇങ്ങോട്ടേക്ക് ഒരു 5 ഡിഗ്രിയും താഴത്തോട്ടേക്ക് ഒരു 5 ഡിഗ്രിയിലായിട്ട് കിടക്കുന്ന ഭാഗമാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 30 ഡിഗ്രിയിൽ കാണപ്പെടുന്നതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 60 ഡിഗ്രിയിലാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു 90 ഡിഗ്രിയിലാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല വരുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയായിരിക്കും താഴത്തോട്ടേക്കും. ഒരു ഭാഗം നിങ്ങൾ കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതേ സാധനമായിരിക്കും താഴത്തോട്ടേക്കും. ഇത് ഇങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് കാറ്റുകളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ അത് നമുക്ക് അറിയണമെങ്കിൽ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അല്ലാതെ നമ്മളോട് ഇപ്പൊ ആരും ഇതൊന്നും വരച്ചടയാളപ്പെടുത്താനൊന്നും ചോദിക്കില്ല. പക്ഷെ നമുക്ക് ഓരോന്നും എവിടേക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കാറ്റുകൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ സെന്ററിലൂടെ പോകുന്നതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ന്യൂനമർദ്ദ മേഖലയെ പറ്റി ആലോചിക്കേണ്ട, ഇതാണ് മധ്യരേഖ എന്ന് ആലോചിക്കുക.
അതിന്റെ മുകളില് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, പിന്നെ അങ്ങോട്ടേക്ക് ഉപധ്രുവീയം, പിന്നെ ധ്രുവീയം. ഓക്കെ, അപ്പൊ മധ്യരേഖ, ഉപോഷ്ണം, ഉപധ്രുവീയം, ധ്രുവീയം ഇതേ സാധനമായിരിക്കും താഴത്തോട്ടേക്കും. ഇനി ന്യൂനമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മധ്യരേഖ പ്രദേശങ്ങൾ എന്തായിരിക്കും? ന്യൂനമർദ്ദ മേഖലയായിരിക്കും. കാരണം ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? കാറ്റുകൾ കുറവായിരിക്കും. അതായത് കാറ്റുകൾ എന്ന് പറഞ്ഞാൽ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലോട്ടേക്കായിരിക്കും കാറ്റുകൾ വരിക. ഇവിടെ എന്താണ്? ഇവിടെ സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന പ്രദേശമാണ്. ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ ഈ ചൂടായിട്ടുള്ള വായു മുകളിലോട്ടേക്ക് ഉയരുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ന്യൂനമർദ്ദ മേഖലയായിരിക്കും രൂപം കൊള്ളുക. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? കാറ്റുകൾ കുറവായിരിക്കും. ഇവിടെ ന്യൂനമാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഉച്ചമർദ്ദമായിരിക്കും. വീണ്ടും ഇവിടെ ന്യൂനമർദ്ദമായിരിക്കും, പിന്നെ ഇവിടെ അങ്ങോട്ട് ഉച്ചമർദ്ദമായിരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും പഠിക്കാൻ പറ്റും. സെന്ററിലൂടെ പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഇവിടെ ന്യൂനമായതുകൊണ്ട് ഇവിടെ ഉച്ചമർദ്ദ മേഖല, പിന്നെയും ന്യൂനമർദ്ദ മേഖല, പിന്നെയും ഉച്ചമർദ്ദ മേഖല. അതേ സാധനമാണ് താഴത്തോട്ടേക്കും. ഓക്കെ, ഉച്ചമർദ്ദ മേഖല, ന്യൂനമർദ്ദ മേഖല, ഉച്ചമർദ്ദ മേഖല. അതിന്റെ കൂടെ ഈ പേരും കിട്ടുകൊടുത്താൽ മതി. ഇത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഇവിടെ ഉപോഷ്ണം, ഉപധ്രുവീയം, ധ്രുവീയം. അതേ സാധനം താഴത്തോട്ടേക്കും. ഉപോഷ്ണം, ഉപധ്രുവീയം, ധ്രുവീയം. ക്ലിയർ അല്ലേ? ഇത്രയാണ് നമ്മുടെ ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു സെൻട്രലിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ, അതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അതായത് ഈ റെഡ് കളറിൽ കാണപ്പെടുന്നുണ്ടല്ലോ, ഇതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഇവിടെ എങ്ങനെയാണ്? വർഷം മുഴുവൻ സൂര്യരശ്മികള് ലംബമായിട്ട് പതിക്കുന്ന മേഖലയാണ് അല്ലെ. നമുക്കറിയാം ഭൂമിയുടെ സെൻട്രൽ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ എന്താണ്? സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന മേഖല കൂടിയാണ് ഏതാ? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. മധ്യരേഖയ്ക്ക് 5 ഡിഗ്രി മുതൽ തെക്ക് 5 ഡിഗ്രി വരെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറഞ്ഞ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത്. അതായത് മധ്യരേഖയ്ക്ക് 5 ഡിഗ്രി വടക്ക് മുതൽ 5 ഡിഗ്രി തെക്ക് വരെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് ഏത്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയായിരിക്കും? ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ വൻതോതിലുള്ള വായു മുകളിലേക്ക് ഉയർന്നു പോകുന്നതിനാൽ ഇവിടെ കാറ്റുകൾ ദുർബലമായിരിക്കും. ഓക്കെ, കാരണം എന്താണ്? ഇവിടെ ചൂട് പിടിച്ച വായു മുകളിലോട്ടേക്ക് ഉയർന്നു പോകുമ്പോൾ അവിടെ താഴെ എന്തായിരിക്കും? ന്യൂനമർദ്ദമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? കാറ്റുകൾ കുറവായിരിക്കും. കാറ്റുകൾ എവിടെ ഉണ്ടാവുള്ളൂ? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലോട്ടേക്കാണ് കാറ്റ് വീശുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? ന്യൂനമർദ്ദ മേഖലയാണ്. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? കാറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തില് ഈ മേഖലയെ വിളിക്കുന്ന ഒരു പേരാണ് നിർവാത മേഖല എന്ന് പറയും, അല്ലെങ്കിൽ ഡോൾഡ്രം എന്ന് പറയും. ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നിർവാത മേഖല എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിക്കും. നമുക്കറിയാം ന്യൂനമർദ്ദ മേഖലയിലാണ് അല്ലെ. ന്യൂനമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ കാറ്റുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് പേരിൽ അറിയപ്പെടും? നിർവാത മേഖല അല്ലെ. നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്ന പേരിൽ അറിയപ്പെടും. ഓക്കെ, അതുകൊണ്ട് തന്നെ പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ ഭയപ്പെട്ടിരുന്ന ഒരു മേഖല കൂടിയാണ്. നമുക്കറിയാലേ ഈ പറഞ്ഞ പോലെ പായ്വഞ്ചിയിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അവർ കാറ്റിന്റെ ദിശ നോക്കിയിട്ടാണ് സഞ്ചരിക്കുക. അപ്പൊ ഇവിടെ കാറ്റില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഏരിയയിലൂടെ കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ വേണമെങ്കിൽ ചോദിക്കും, പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ ഭയപ്പെട്ടിരുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ന്യൂനമർദ്ദമാണ്. അപ്പൊ ന്യൂനമർദ്ദം ആയതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുണ്ടാവില്ല. കാറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ കാറ്റില്ലാത്തത് കൊണ്ട് തന്നെ പായ്ക്കപ്പലുകളിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു മേഖല എത്തുമ്പോൾ പേടിയായിരിക്കും. കാരണം അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മധ്യരേഖയ്ക്ക് 5 ഡിഗ്രി വടക്ക് മുതൽ 5 ഡിഗ്രി തെക്ക് ഭാഗത്തായിട്ടാണ് ഈ പറഞ്ഞ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കാം. ഇനി ഇവിടുന്ന് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണെന്ന് ചോദിക്കും. അതേതാണ്? അത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് കേട്ടോ. അതായത് ഈ പറഞ്ഞ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് കുതിര അക്ഷാംശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഏതാണ് കുതിര അക്ഷാംശം അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന മേഖല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഓക്കെ അല്ലേ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളായിട്ട് വരിക. അപ്പൊ മനസ്സിലുണ്ടാവണം, ഈ സെന്ററിലൂടെ പോകുന്നതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അതിന് മുകളിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. എത്ര ഡിഗ്രിയിലാണ്? 30 ഡിഗ്രി. താഴത്തോട്ടേക്കും അതേപോലെ തന്നെ തെക്കോട്ട് അല്ലെ 30 ഡിഗ്രിയിൽ തന്നെയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. വീണ്ടും മുകളിലേക്ക് 60 ഡിഗ്രിയിലാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. വീണ്ടും താഴത്തോട്ടേക്ക് 60 ഡിഗ്രിയിലാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല.
പിന്നെ 90 ഡിഗ്രിയിലാണെങ്കിൽ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, താഴത്തോട്ടും അതേപോലെ തന്നെ 90 ഡിഗ്രിയിലായിരിക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കാറ്റുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കാറ്റുകൾ അല്ലെ, കാറ്റുകൾ എന്താന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലെ. കാറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മർദ്ദ വ്യത്യാസത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് കാറ്റുകൾ എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷത്തിൽ രണ്ട് തരത്തിലുള്ള വായു ചലനങ്ങളാണ് ഉള്ളത്. ഓക്കെ, രണ്ട് തരത്തിലുള്ള വായു ചലനങ്ങളാണ് അന്തരീക്ഷത്തിലുള്ളത്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ലംബ ദിശയിൽ ഉണ്ടാകുന്ന വായുവിന്റെ ചലനമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് വായു പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ലംബ ദിശയിൽ ഉണ്ടാവുന്ന വായുവിന്റെ ചലനങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? വായു പ്രവാഹങ്ങൾ എന്ന പേരിലാണ്. എന്നാൽ തിരശ്ചീന ദിശയില് ഉച്ചമർദ്ദ പ്രദേശത്തിൽ നിന്ന് ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള ആ ഒരു വായുവിന്റെ സഞ്ചാരത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ രണ്ട് തരത്തിലുള്ള വായുവിന്റെ ചലനങ്ങളാണ് ഉള്ളത്. ഒന്ന് ലംബ ദിശയിലുള്ളത് എന്താണ്? അത് വായു പ്രവാഹങ്ങളാണ്. എന്നാൽ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലോട്ടുള്ള വായുവിന്റെ സഞ്ചാരത്തെയാണ് എന്തെന്ന് പറയുന്നത്? കാറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കാറ്റിന് എങ്ങനെയാ പേര് കൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണോ അടിക്കുന്നത് അതിന് അനുസരിച്ചിട്ടായിരിക്കും അതിന് പേര് കൊടുക്കുക. അതായത് എവിടെ നിന്ന് വീശുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കാറ്റുകൾക്ക് പേര് കൊടുക്കുക. ഓക്കെ, കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വര കാറ്റ്, അതൊക്കെ ആ ഒരു പേരിന്റെ അടിസ്ഥാനത്തിലാണ്. എവിടെ നിന്നാണ് കാറ്റ് വീശുന്നത് അവിടുത്തെ സ്ഥലം ഏതാ നോക്കിയിട്ട് അതിന് അങ്ങനെ ആയിരിക്കും പേര് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. ഇനി നമുക്ക് കാറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ആദ്യം തന്നെ കാറ്റിനെ കുറിച്ചിട്ടുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? കാറ്റിനെ കുറിച്ചുള്ള പഠനം അനിമോളജിയാണ് കേട്ടോ. അനിമോളജിയാണ് കാറ്റിനെ കുറിച്ചിട്ടുള്ള പഠനത്തെ പറ്റി പറയുന്നത്. അപ്പൊ കാറ്റിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അനിമോളജി. ഓക്കെ, അനിമോളജിയാണ്. അതുപോലെ തന്നെ കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ ആണ്. ഇനി കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്നെണ്ണം മനസ്സിലുണ്ടാവണം. കാറ്റിനെ കുറിച്ചിട്ടുള്ള പഠനം ചോദിച്ചാൽ അനിമോളജി, കാറ്റിനെ കുറിച്ചിട്ടുള്ള പഠനം ചോദിച്ചാൽ എന്താണ്? അനിമോളജി. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ അല്ലെ. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. എന്നാൽ കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് വിൻഡ് വെയിൻ ആണ്. വിൻഡ് വെയിൻ ആണ് കാറ്റിന്റെ ദിശ അല്ലെങ്കിൽ കാറ്റിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത്. അപ്പൊ വിൻഡ് വെയിൻ എന്താണ്? അതിന്റെ ദിശ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ കാറ്റിന്റെ അളക്കുന്ന അല്ലെങ്കിൽ വേഗത അളക്കുന്നത് ഏതാണ്? അനിമോമീറ്റർ ആണ്. മാറിപ്പോകരുത്, രണ്ടും ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കാം. കാറ്റിന്റെ വേഗത അളക്കുന്നത് അനിമോമീറ്റർ, ദിശ നോക്കുന്നത് ഏതാണ്? അത് വിൻഡ് വെയിൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ കാറ്റിന്റെ വേഗത്തെയും അതുപോലെ തന്നെ അതിന്റെ ദിശയെയും ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് മർദ്ദച്ചെരിവ്, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം. ഈ 3 പോയിന്റും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. 3 ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഇല്ലാത്തത് ഓപ്ഷനിൽ കൊടുക്കും. അപ്പൊ അത് നമ്മൾ കണ്ടെത്തിയിരിക്കണം. അപ്പൊ ഇത് 3 അറിഞ്ഞിരിക്കണം. കാറ്റിന്റെ വേഗതയും അല്ലെങ്കിൽ കാറ്റിന്റെ ദിശേനെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് മർദ്ദച്ചെരിവ്. നമുക്കറിയില്ലേ മർദ്ദം എന്തായാലും സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ മർദ്ദച്ചെരിവ് കാറ്റിന്റെ വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഒരു ബലമുണ്ട്, അതാണ് കൊറിയോലിസ് ബലം എന്ന് പറയും. ഓക്കെ, അപ്പൊ കൊറിയോലിസ് പ്രഭാവം അതുപോലെ തന്നെ ഘർഷണം. കൊറിയോലിസ് പ്രഭാവം അതുപോലെ തന്നെ ഘർഷണം, ഈ 3 കാര്യങ്ങളാണ് കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ കാറ്റിന്റെ വേഗതയെയും ദിശയെയും ഒക്കെ സ്വാധീനിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് മർദ്ദച്ചെരിവ്, രണ്ടാമത്തേത് കൊറിയോലിസ് പ്രഭാവം, ദെൻ ലാസ്റ്റ് വൺ ഘർഷണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മർദ്ദച്ചെരിവ് കാറ്റിന്റെ വേഗത്തെ സ്വാധീനിക്കുന്നത് നോക്കാം. അപ്പൊ അവിടെ നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ഈ മർദ്ദച്ചെരിവ് എന്ന് പറഞ്ഞാല്. എന്താണ് മർദ്ദച്ചെരിവ്? നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സമമർദ്ദ രേഖകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ് സമമർദ്ദ രേഖകൾ അഥവാ ഐസോബാർസ് എന്ന് പറഞ്ഞാല് ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളിൽ ഒരുമിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമമർദ്ദ രേഖകൾ അഥവാ ഐസോബാർസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പറഞ്ഞ സമമർദ്ദ രേഖകൾ അടുത്തടുത്തായിട്ട് കാണപ്പെട്ടു കഴിഞ്ഞാല് അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതായത് സമമർദ്ദ രേഖകൾ അടുത്തടുത്തായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ്? മർദ്ദച്ചെരിവ് ഉണ്ടാവും അല്ലെ. കാരണം ഒരേപോലെ നിൽക്കുന്നതിൽ നിന്ന് അടുത്തടുത്ത് തന്നെ ഈ സമമർദ്ദ രേഖകൾ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ഒരു ചെരിവ് ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ പോലെ സമമർദ്ദ രേഖകൾ അടുത്തടുത്തായി വന്നു കഴിഞ്ഞാല് അവിടെ മർദ്ദച്ചെരിവ് ഉണ്ടാകുകയും ഈ മർദ്ദച്ചെരിവ് ഉള്ള പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗത എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മർദ്ദച്ചെരിവ് നമ്മുടെ കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. മർദ്ദച്ചെരിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സമമർദ്ദ രേഖകൾ അടുത്തടുത്തായി വരുന്ന പ്രദേശങ്ങളിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും.
അതുപോലെ തന്നെ ഈ മർദ്ദച്ചെരിവുള്ള പ്രദേശങ്ങളിലെ കാറ്റിന്റെ വേഗത എങ്ങനെയായിരിക്കും? അതും കൂടുതലായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് എല്ലതും ഇവിടെ കൂടുതലായിരിക്കും. അതായത് അടുത്തടുത്ത് സമമർദ്ദ രേഖകൾ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? മർദ്ദച്ചെരിവ് കൂടുതലാവും, അവിടെ കാറ്റിന്റെ വേഗതയും കൂടുതലായിരിക്കും. ക്ലിയർ? അടുത്ത് നോക്കാം. അടുത്തത് ഘർഷണ ബലമാണ്. ഘർഷണ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിരപ്പായ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് സമുദ്ര ഉപരിതലം, അതുപോലെ തന്നെ നിരപ്പായ ഭൂപ്രദേശങ്ങള്, അങ്ങനെയുള്ള സ്ഥലങ്ങളില് ഘർഷണം എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ? കാറ്റിന് വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ കാറ്റിന്റെ വേഗത എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. കാരണം എവിടെയും തട്ടിത്തടഞ്ഞ് നിൽക്കൊന്നുമില്ല. അവിടെ ഭൗമ ഉപരിതലമല്ല, സമുദ്ര ഉപരിതലം, അതുപോലെ തന്നെ എവിടെയാണ്? നിരപ്പായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ. നിരപ്പായ ഭൂപ്രദേശം എന്ന് പറയുമ്പോൾ അവിടെ വേറെ ബിൽഡിങ്ങോ മരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ്? പ്രത്യേകിച്ച് മരുഭൂമിയിലൊക്കെ അല്ലെ, അവിടെ എന്താണ്? പ്രത്യേകിച്ച് ഒന്ന് തടസ്സപ്പെടുത്താനായിട്ടില്ല, അല്ലെങ്കിൽ കാറ്റിന്റെ വേഗതയെ തടസ്സപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഘർഷണം കുറവായതുകൊണ്ട് തന്നെ കാറ്റിന് സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റും. അതുകൊണ്ട് ആ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രോപരിതലം, അതുപോലെ തന്നെ നിരപ്പായ ഭൂപ്രദേശങ്ങളിലൊക്കെ കാറ്റിന്റെ വേഗത എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. കാരണം എന്താണ്? അവിടെ ഘർഷണം കുറവായിരിക്കും. എന്നാല് ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ, അവിടെ എങ്ങനെയായിരിക്കും? ദുർഘടമായ ഭൂപ്രകൃതി അല്ലെ, ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ കുത്തി നിറച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ? കാറ്റിന് സ്പീഡിൽ പോകാൻ പറ്റില്ല അല്ലെ, അവിടെ ഘർഷണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പറഞ്ഞു, മരങ്ങളൊക്കെ നിറഞ്ഞ പ്രദേശങ്ങളാണെങ്കിൽ കാറ്റിന് അവിടെ സുഗമമായിട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്തായിരിക്കും? കാറ്റിന്റെ വേഗത കുറവായിരിക്കും. അതുകൊണ്ടാണ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറയുന്നത്. അവിടെ കാറ്റിന്റെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ തുറസായിട്ടുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ നിരപ്പായ പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗത എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. എന്നാൽ ദുർഘടമായ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ്? ഘർഷണം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ കാറ്റിന്റെ വേഗത കുറവായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഘർഷണബലം എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? നമ്മുടെ കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ കൊറിയോലിസ് ബലാണ്. കൊറിയോലിസ് ബലം എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? അപ്പൊ അതിന് മുന്നേ ആയിട്ട് എന്താണ് കൊറിയോലിസ് ബലം അറിഞ്ഞിരിക്കണം. എന്താണ് കൊറിയോലിസ് ബലം? ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാകുന്ന ഒരു തരം ബലമാണ് ഇത് കൊറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൊറിയോലിസ് ബലത്തിന്റെ കാരണത്താല് ഉത്തരാർദ്ധഗോളത്തില് കാറ്റിന്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തില് കാറ്റിന്റെ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകും. ഈ ഒരു ചലനത്തെയാണ് നമ്മൾ ഫെറൽ നിയമം എന്ന് പറയുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ ഈ ഒരു ബലം അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? കാറ്റില്ല അല്ലെ. നമുക്കറിയാം ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ കാറ്റില്ലാത്തതിന്റെ കാരണം എന്താ? അവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ബലം അനുഭവപ്പെടുന്നില്ല. അവിടെ എന്തില്ല? കൊറിയോലിസ് ബലം ഇല്ല. കൊറിയോലിസ് ബലം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാകുന്ന ഒരു ബലമാണ്. ഈ ബലത്തിന്റെ തുടർച്ചയായിട്ട് എന്താ സംഭവിക്കുന്നത്? ഉത്തരാർദ്ധഗോളത്തില് കാറ്റിന്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തില് കാറ്റിന്റെ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും ഒരു വ്യതിചലനം ഉണ്ടാവും. അതിനെയാണ് ഫെറൽ നിയമം. ഈ ഒരു ചലനത്തെയാണ് നമ്മൾ ഫെറൽ നിയമം എന്നും കൂടി പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റിന്റെ വേഗത അല്ലെങ്കിൽ അതിന്റെ ദിശയെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖ പ്രദേശങ്ങളിലെ ഈ ബലം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും, അല്ലെങ്കിൽ അവിടെ തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് അവിടെ കാറ്റൊന്നും ഇല്ലാത്തത്. എന്നാൽ ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന് ധ്രുവത്തിലേക്ക് പോകും തോറും കൊറിയോലിസ് ബലത്തിന് വർധനവുണ്ടാവും അല്ലെ. ഭൂമധ്യരേഖ പ്രദേശത്ത് കുറവാണ്, അല്ലെങ്കിൽ അവിടെ തീരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവിടുന്ന് മുകളിലോട്ടേക്ക് പോകും തോറും ഈ പറഞ്ഞ കൊറിയോലിസ് ബലത്തിന് എന്തുണ്ടാവും? വർധനവുണ്ടാവും. അപ്പൊ എന്താവും? കാറ്റിന്റെ വേഗത അല്ലെങ്കിൽ അതിന്റെ ദിശയിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, അപ്പൊ ഈ കൊറിയോലിസ് ബലം എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റിന്റെ വേഗതയൊക്കെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് പറയാം. അപ്പൊ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓർത്തു വെക്കണം. കാറ്റിന്റെ വേഗത്തെയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് മർദ്ദച്ചെരിവ് പറഞ്ഞു. മർദ്ദച്ചെരിവുള്ള പ്രദേശങ്ങൾ എങ്ങനെയായിരിക്കും? കാറ്റിന് വേഗം കൂടുതലായിരിക്കും. അതുപോലെ കൊറിയോലിസ് പ്രഭാവം പ്രത്യേകിച്ച് ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ ഈ ഒരു ബലം ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്താണ്? കാറ്റുകൾ കുറവായിരിക്കും. അതുപോലെ തന്നെ ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ നിന്ന് മുകളിലോട്ടേക്ക് പോകും തോറും കൊറിയോലിസ് ബലം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും? കാറ്റിന്റെ വേഗതയും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്നായിരുന്നു ഘർഷണം എന്ന് പറയുന്നത് അല്ലെ. ഘർഷണം കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്താ? കാറ്റിന്റെ വേഗത കുറവായിരിക്കും. ഘർഷണം കുറവാണെങ്കിൽ അവിടെ കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാറ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മളിപ്പോ എന്തൊക്കെയാണ് കാറ്റ്, അതൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇനി പലതരത്തിലുള്ള കാറ്റുകളെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാ? ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ബാക്കി ക്ലാസ് കാണാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്യുക. എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ആ കാര്യങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക, അല്ലെങ്കിൽ റീകളക്ട് ചെയ്യുക. സ്വയം നിങ്ങളോട് തന്നെ പറയാം എന്തൊക്കെയാണ് പഠിച്ചത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് സ്വയം പറയാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് റിഫ്രഷ് ആയിട്ട് വീണ്ടും ഒന്ന് കേൾക്കാം.
അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് ഒരു പുതിയ ടോപ്പിക് പഠിക്കുന്ന ഫീൽഡിൽ ഇരിക്കാൻ പറ്റും. അല്ലാതെ കണ്ടിന്യൂസ് 1 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരു 30 to 50% മാത്രമേ നമ്മുടെ തലയിൽ നിൽക്കുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മുഴുവൻ ഭാഗം ഈ ഒരു സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് വ്യത്യസ്ത തലത്തിലുള്ള കാറ്റുകളെ കുറിച്ചിട്ടാണ്. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് സ്ഥിരവാദങ്ങളുണ്ട്, അതുപോലെ തന്നെ കാലികവാദങ്ങളുണ്ട്, പ്രാദേശികവാദങ്ങള്, അസ്ഥിരവാദങ്ങള്, ഇങ്ങനെ പലതരത്തിലുള്ള കാറ്റുകളാണ് നമുക്കുള്ളത്. അതില് ആദ്യം നമുക്ക് നോക്കാനുള്ളത് സ്ഥിരവാദങ്ങളാണ്. സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടും കേട്ടോ. സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ. ഇതിൽ വരുന്നതാണ് വാണിജ്യവാദങ്ങള്, പശ്ചിമവാദങ്ങള്, അതുപോലെ തന്നെ ധ്രുവീയ പൂർവവാദങ്ങൾ. ഇത് 3 നമ്മൾ ഈ പറഞ്ഞ സ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ ആഗോളവാദങ്ങളിലുള്ളത്. ഏതൊക്കെയാണ്? വാണിജ്യവാദങ്ങള്, പശ്ചിമവാദങ്ങള്, ധ്രുവീയ പൂർവവാദങ്ങൾ. ഇതൊക്കെ എവിടേക്കാണെന്ന് ഒന്ന് പറഞ്ഞുതരാം. ഈ ചിത്രം നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. അപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് കാറ്റ് പഠിക്കുമ്പോൾ ഇതൊക്കെ വേണ്ടി വരും, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു പ്രദേശമാണ് ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയുന്നത്. 0 ഡിഗ്രിയിൽ ഇങ്ങനെ കടന്നു പോകുന്നു, ഭൂമിയുടെ നടുവിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 ഡിഗ്രിയും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 ഡിഗ്രി, അതായത് 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്ക് ഭാഗത്തായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് ഏത്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്ന് പറഞ്ഞാൽ ന്യൂനമർദ്ദ മേഖലയാണ്. ഇവിടെ എന്തുണ്ടാവില്ല? കാറ്റുണ്ടാവില്ല. കാറ്റുണ്ടാവണമെങ്കിൽ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് വേണം വരാനായിട്ട്. അപ്പൊ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലോട്ടേക്കാണ് കാറ്റ് വീശുക. അപ്പൊ ഇവിടെ എന്തില്ല? കാറ്റില്ല. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 30 ഡിഗ്രി അല്ലെ, 0 ഡിഗ്രി കഴിഞ്ഞ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 30 ഡിഗ്രിയാണ്. ഈ 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കിലുമായിട്ട് കിടക്കുന്നതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അല്ലെ. ഉപോഷ്ണ ഇവിടെ ന്യൂനമാണെങ്കിൽ ഇവിടെ ഉച്ചമർദ്ദ മേഖല. അപ്പൊ ഇവിടുന്ന് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നായിരിക്കും എന്ത് വരിക? കാറ്റ് വീശുക അല്ലെ. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നാണ് കാറ്റ് വീശുക. ഈ വീശുന്ന കാറ്റിനെ വിളിക്കുന്ന പേരാണ് വാണിജ്യവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വാണിജ്യവാദങ്ങൾ. ഓക്കെ, വാണിജ്യവാദങ്ങളാണ് ഈ ഒരു കാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വാണിജ്യവാദങ്ങൾ എവിടെയാ വരുന്നത് ഇപ്പൊ കിട്ടുമല്ലോ, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയല്ല മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലോട്ടേക്ക് വീശുന്ന കാറ്റാണ്. ഓക്കെ, അപ്പൊ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലോട്ടേക്ക് വീശുന്ന കാറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വാണിജ്യവാദങ്ങൾ. ഇനി അടുത്തത് ഇവിടെ ഏതാണ്? ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയാണ് അല്ലെ. നമുക്കറിയാം ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ഇങ്ങോട്ടേക്കല്ല വീശുക, ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് വീശുക. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ടേക്കാണ് വീശുക. ഈ വാതകത്തിനെ വിളിക്കുന്ന പേരാണ് പശ്ചിമവാദങ്ങൾ. ഇതിനെയാണ് പശ്ചിമവാദങ്ങൾ. ഓക്കെ, ഇതാണ് പശ്ചിമവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലോട്ട് വീശുന്ന കാറ്റാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പറയുന്നത്. അത് അവിടുത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. വാണിജ്യവാദം എവിടെ കിടക്കുന്നത്, പശ്ചിമവാദം എവിടെ കിടക്കുന്നത്, ഈ 2 പഠിച്ചാൽ മതി. താഴത്തും ഇതേ സെയിം സാധനം തന്നെയാണ്. ഇത് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കണം. ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലോട്ടേക്ക് വീശുന്ന കാറ്റാണ് ഏത്? വാണിജ്യവാദങ്ങള്. അതുപോലെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലോട്ടേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇനി പഠിക്കാൻ പോകുന്നത്. വാണിജ്യവാദങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ചിത്രങ്ങളും ആ ഓരോ വാദങ്ങളും അല്ലെങ്കിൽ ഓരോ കാറ്റുകളും എവിടേക്കാണ് വീശുന്നതെന്ന്. അപ്പൊ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞു വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞാല് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളാണ് ഏത്? വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉത്തര ദക്ഷിണ ഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറയുന്നത്, അഥവാ ITCZ എന്ന് പറയും. ഓക്കെ, അതായത് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടേക്കും. ഇപ്പം ഈ വാണിജ്യവാദം ഇവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നുണ്ട് അല്ലെ. അങ്ങനെ അവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു പ്രദേശത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺസ് എന്ന് പറയുന്നത്. അതായത് ഉത്തര ദക്ഷിണ ഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ പ്രദേശത്തെ അല്ലെ. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു ഇവിടെയുണ്ട് വാണിജ്യവാദങ്ങൾ, ഇവിടെയുണ്ട്. ഇത് രണ്ടും കൂടി എന്താണ്? ഇങ്ങോട്ടേക്കാണ് കൂട്ടിമുട്ടുന്നത് അല്ലെ. ഈ ഒരു ഭാഗത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജിങ് സോൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പശ്ചിമവാദങ്ങളാണ്. അപ്പൊ വാണിജ്യവാദങ്ങൾ നമുക്ക് കിട്ടി. ഇനി പശ്ചിമവാദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ല ഒരു പിക്ചർ എവിടുന്ന് എങ്ങോട്ടേക്കാണെന്ന്? നമുക്കറിയാം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന്
ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്കാണ് ഏത് കാറ്റ് വീശുന്നത്? പശ്ചിമവാദങ്ങൾ വീശുന്നത്. ഇനി ഇതിൽ വരുന്ന കുറച്ച് വാദങ്ങളുണ്ട്. റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s. ഇത് മുന്നേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം എങ്ങനെയായിരുന്നു? റോറിംഗ് 40s ഏത് തരം വാദങ്ങൾക്ക് ഉദാഹരണമാണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ റോറിംഗ് 40s എന്ന് പറഞ്ഞാല് പശ്ചിമവാദാണെന്ന് ഓർത്തു വെക്കാം. എങ്ങനെയാണ്? ദക്ഷിണാർദ്ധഗോളത്തില് 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങൾക്കിടയിലൂടെ വീശുന്ന പശ്ചിമവാദങ്ങളാണ് റോറിംഗ് 40s. അല്ലെ, ഇവിടെ 40s ഓർത്തു വെക്കാലോ. റോറിംഗ് 40s എന്ന് പറഞ്ഞാല് ദക്ഷിണാർദ്ധഗോളത്തില് 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിലൂടെ വീശുന്ന കാറ്റാണ്. ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു വേണ്ട. റോറിംഗ് 40s എന്ന് പറഞ്ഞാൽ അതൊരു പശ്ചിമവാദാണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെയാണ് ഫ്യൂരിയസ് 50s എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു പശ്ചിമവാദാണ്. അതുപോലെ ഷ്രീക്കിംഗ് 60s എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു പശ്ചിമവാദാണ്. അത്രയും ഓർത്ത് വെച്ചാൽ മതി. അതായത് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s ഇതൊക്കെ എന്താണ്? പശ്ചിമവാദങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവിടെ 40s, ഇത് 50s, 60s ഇതൊക്കെ എന്താണ്? പശ്ചിമവാദങ്ങളാണ്. ഓക്കെ, പശ്ചിമവാദങ്ങൾ എവിടെ കിടക്കുന്നത്? 60 ഡിഗ്രി അല്ലെ, 60 ഡിഗ്രിയിലാണ് കിടക്കുന്നത്. അപ്പൊ 40, 50, 60 അത്രയും ആ ഒരു റീജിയനിലായിട്ട് വീശുന്ന കാറ്റുകളാണ് ഏത്? പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. അതായത് 30 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ വീശുന്ന ആ ഒരു റീജിയനിലായിട്ട് വീശുന്ന കാറ്റുകളാണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? പശ്ചിമവാദങ്ങൾക്ക് ഉദാഹരണമാണ്. ക്ലിയർ? ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് കാലികവാദങ്ങൾ. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്താണ്? സ്ഥിരവാദങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ? കാലികവാദങ്ങളാണ്. അപ്പൊ എന്താണ് കാലികവാദങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? നിശ്ചിത ഇടവേളകളില് വിപരീത ദിശയിലേക്ക് ഗതി മാറുന്ന കാറ്റുകളെയാണ് കാലികവാദങ്ങൾ എന്ന് പറയുന്നത്. സീസണായിട്ട് പെയ്യുന്ന അല്ലെങ്കിൽ സീസണായിട്ട് ഉണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിശ്ചിത ഇടവേളകളിലായിട്ട് വീശുന്ന കാറ്റുകളാണ് ഏത്? കാലികവാദങ്ങൾ. നമ്മളിപ്പോ മുന്നേ പറഞ്ഞ സ്ഥിരവാദങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? സ്ഥിരമായിട്ട് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. അവിടെ എന്താണ്? സ്ഥിരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. സ്ഥിരമായിട്ട് ആ ഒരു പ്രദേശത്ത് ഈ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. എന്നാൽ കാലികവാദങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ്? നിശ്ചിത ഇടവേളകളിലായിരിക്കും വീശുക. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് മൺസൂൺ കാറ്റ് അല്ലെ. മൺസൂൺ കാറ്റ് എപ്പോഴും വീശുമോ? ഇല്ലല്ലേ. ആ ഒരു സീസൺ സമയത്ത് മാത്രമായിരിക്കും ആ ഒരു കാറ്റ്, അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന മഴ. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്? സീസണൽ ആണ്, അല്ലെങ്കിൽ കാലികമായിട്ടുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെയാണ് കടൽക്കാറ്റ്. കടൽക്കാറ്റ് എപ്പോഴും വീശിക്കൊണ്ടിരിക്കില്ല. കടൽക്കാറ്റാണെങ്കിലും കരക്കാറ്റാണെങ്കിലും അതൊക്കെ എന്താണ്? ഒരു നിശ്ചിത ഇടവേളകളിലായിട്ടായിരിക്കും വീശിക്കൊണ്ടിരിക്കുക. അപ്പൊ കടൽക്കാറ്റും കരക്കാറ്റും പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് ഇവയൊക്കെ എന്തിന് ഉദാഹരണമാണ്? കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. ചോദിക്കുന്നത് ചിലപ്പോ ഇങ്ങനെയായിരിക്കും, താഴെ കൊടുത്തിരിക്കുന്നവയില് കാലികവാതകം ഏത് എന്ന് ചോദിച്ചാൽ കുറെ വാതകങ്ങൾ തന്നിട്ട് നമുക്കത് കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക. കടൽക്കാറ്റാണെങ്കിലും കടൽക്കാറ്റാണെങ്കിലും കരക്കാറ്റാണെങ്കിലും പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, മൺസൂൺ കാറ്റ് ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. ബുദ്ധിമുട്ടില്ലല്ലോ. ഏതൊക്കെയാണ് കാലികവാദങ്ങള്? കടൽക്കാറ്റ്, കരക്കാറ്റ് ഇതൊന്നും എന്തില്ല, എപ്പോഴും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കില്ല. ഒരു നിശ്ചിത ഇടവേളകളിലായിരിക്കും വീശുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? കാലികവാദങ്ങളാണ്. കടൽക്കാറ്റാണെങ്കിലും കരക്കാറ്റാണെങ്കിലും പർവ്വതക്കാറ്റാണെങ്കിലും താഴ്വരക്കാറ്റാണെങ്കിലും പിന്നെ നമ്മുടെ മൺസൂൺ കാറ്റ് ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ ഓരോരോ കാര്യങ്ങളാണ്. എന്താണ് കടൽക്കാറ്റ്, എന്താണ് കരക്കാറ്റ്? അപ്പൊ നമുക്ക് ആദ്യം കടൽക്കാറ്റ് എന്താ നോക്കാം. ഓക്കെ, അപ്പൊ കടൽക്കാറ്റ് എപ്പോഴാണ് വീശുക? അതൊരു PSC ക്വസ്റ്റ്യൻ ആയിരുന്നു. കടൽക്കാറ്റ് ഏത് സമയത്താണ്? പകൽ സമയത്താണ് കേട്ടോ. അപ്പൊ പകൽ സമയത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കര പെട്ടെന്ന് ചൂടാകുന്നത് എപ്പോഴാണ്? പകൽ സമയങ്ങളിലാണ് അല്ലെ. പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടാകും, അതേപോലെ തന്നെയാണ് പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ പകൽ സമയത്ത് കര വേഗം ചൂടുപിടിച്ച വായു എന്ത് ചെയ്യുന്നുണ്ട്? കരയുടെ മുകളിലേക്ക് ഉയരുകയും അവിടെ ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും ചെയ്യും അല്ലെ. അപ്പൊ എവിടെയാണോ ചൂട് പിടിക്കുന്നത് അവിടുത്തെ വായു എല്ലാം കൂടി മുകളിലേക്ക് ഉയരുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? ന്യൂനമർദ്ദം ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ന്യൂനമർദ്ദം എപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ പഠിച്ചു അല്ലെ, മധ്യരേഖ ന്യൂനപ്രദേശങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഭയങ്കര ചൂടാണ്. അപ്പൊ ഈ ചൂട് പിടിച്ച വായു എല്ലാം കൂടി മുകളിലേക്ക് ഉയരുന്ന സമയത്ത് ആ പ്രദേശങ്ങളിൽ ന്യൂനമർദ്ദം ആയിരിക്കും. അതുകൊണ്ട് അവിടെ എന്തുണ്ടാവില്ല? കാറ്റുണ്ടാവില്ല. ആ ഒരു കോൺസെപ്റ്റ് കിട്ടിയല്ലോ. അതേ കാര്യം തന്നെയാണ്. നമുക്കറിയാം പകൽ സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കര വേഗം ചൂട് പിടിക്കും അല്ലെ. കര വേഗം ചൂട് പിടിക്കുകയും ചെയ്യും. അതെന്ത് ചെയ്യും? ആ ചൂട് പിടിച്ച വായു മുകളിലോട്ടേക്ക് ഉയരുകയും ചെയ്യും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ന്യൂനമർദ്ദം രൂപം കൊള്ളും. എന്നാൽ കടലിനെ സംബന്ധിച്ചിടത്തോളം അത് മെല്ലെ ചൂട് പിടിക്കുള്ളൂ. അപ്പൊ അവിടെ എന്തായിരിക്കും? ഉച്ചമർദ്ദമായിരിക്കും. അപ്പൊ നമുക്കറിയാം ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്കാണ് എന്ത് വീശുക? കാറ്റ് വീശുക. അപ്പൊ ഇത് എവിടുന്ന് എങ്ങോട്ടേക്കാണ് കാറ്റ് വീശുക? കടലിൽ നിന്ന് കരയിലോട്ടേക്കാകും കാറ്റ് വീശുക.
ക്ലിയർ? അപ്പോഴാണ് അവിടെ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? കടൽ കാറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കാറ്റിന് എങ്ങനെയാ പേര് കൊടുക്കുക, അത് എവിടുന്നാണോ വീശുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കാറ്റിന് പേര് കൊടുക്കുക. ഇപ്പൊ കടലിൽ നിന്ന് കരയിലോട്ടേക്ക് വീശുന്ന സമയത്ത് കടലിൽ നിന്നാണ് വീശുന്നത് കൊണ്ട് തന്നെ അതിനെ കടൽ കാറ്റ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് കടലിൽ നിന്ന് വീശാൻ കാരണം? അവിടെ ഉച്ചമർദ്ദാണ്. ഉച്ചമർദ്ദം എങ്ങനെയാ രൂപപ്പെട്ടത്? കരയിൽ എന്താ സംഭവിച്ചത്? ന്യൂനമർദ്ദാണ്. അപ്പൊ ആ സൈഡില് ഉച്ചമർദ്ദാണ്. അതുകൊണ്ട് തന്നെ ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലോട്ടേക്കായിരിക്കും കാറ്റ് വീശുക. അതുകൊണ്ട് കടലിൽ നിന്ന് കരയിലോട്ടേക്ക് കാറ്റ് വീശുന്നു, അത് കടൽ കാറ്റ് എന്ന് പറയുന്നു. അപ്പൊ കടൽ കാറ്റ് എപ്പോഴാണ് ഉണ്ടാവുക? പകൽ സമയത്ത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാം. നമ്മൾ സാധാരണ കടൽ കാണാൻ പോകുന്നത് എപ്പോഴായിരിക്കും? അല്ലെ, പകൽ സമയങ്ങളിലായിരിക്കല്ലോ. പകൽ സമയം നമ്മൾ വെളിച്ചത്തിലായിരിക്കല്ലോ. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? കടൽ കാറ്റ് കൊള്ളാനാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കടൽ കാറ്റ് എപ്പോഴാണ്? പകൽ സമയത്താണ്. എന്നാൽ രാത്രി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, രാത്രിയിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കര കടലിനേക്കാൾ വേഗത്തിൽ തണുക്കും. അല്ലെ, കര പെട്ടെന്ന് ആദ്യം ചൂടാവുന്ന ആളാണ്, പിന്നെ മെല്ലെ എന്ത് ചെയ്യും? അതങ്ങ് തണുക്കാനായിട്ട് തുടങ്ങും. അപ്പൊ പിന്നെ നമ്മുടെ കടൽ എന്ത് ചെയ്യുന്നുണ്ട്? ചൂട് പിടിച്ചിങ്ങനെ വന്ന് മെല്ലെ തണുക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും എവിടെയായിരിക്കും ഉച്ചമർദ്ദം രൂപം കൊള്ളുക? കരയിൽ. അല്ലെ, കരയില് ഉച്ചമർദ്ദം രൂപം കൊള്ളും. കടലിൽ എന്തായിരിക്കും? ന്യൂനമർദ്ദമായിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. അതായത് കരയിൽ നിന്ന് കടലിലോട്ടേക്ക് വീശാനായിട്ട് തുടങ്ങും. അതായത് നമ്മളിപ്പോ മുന്നേ പറഞ്ഞ കടൽ കാറ്റിട്ടല്ലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. രാത്രിയായി കഴിഞ്ഞാല് കരയിൽ എന്തായിരിക്കും? കരയില് ഈ പറഞ്ഞ പോലെ ഉച്ചമർദ്ദമായിരിക്കും, കടലിൽ ന്യൂനമർദ്ദമായിരിക്കും. അപ്പം കരയിൽ നിന്ന് കടലിലോട്ടേക്ക് വീശാന്ന് പറയുമ്പോൾ അവിടെ എന്താ? കരക്കാറ്റായിരിക്കും. അല്ലെ, കരയിൽ നിന്ന് കടലിലോട്ടേക്കാണ് വീശുന്നത്, അതുകൊണ്ട് അത് കരക്കാറ്റ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? രാത്രിയിലാണ്. ഇപ്പൊ ക്ലിയർ അല്ലേ? കടൽക്കാറ്റും കരക്കാറ്റും കിട്ടിയല്ലോ. കടൽക്കാറ്റ് എപ്പോഴാണ്? പകല്. കരക്കാറ്റ് എപ്പോഴാണ്? രാത്രിയില്. ഓക്കെ. ഇനി ഇതേപോലെ തന്നെയാണ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. അപ്പം പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് ഇവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എവിടുന്ന് എങ്ങോട്ടേക്കെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ പർവ്വതക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് താഴ്വരയിലോട്ടേക്ക് വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ് എന്ന് പറയുന്നത്. അല്ലെ, എവിടുന്നാണോ കാറ്റ് വീശുന്നത് അതിനടിസ്ഥാനത്തിലാണ് പേര് കൊടുക്കുന്നത്. അപ്പൊ പർവ്വത ചെരുവുകളിലൂടെ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റായതുകൊണ്ട് അതെന്താണ്? പർവ്വതക്കാറ്റ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രാത്രി കാലങ്ങളിലാണ്. അപ്പൊ രാത്രി കാലങ്ങളിലാണ് പർവ്വതക്കാറ്റ് സംഭവിക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെയാണ് താഴ്വരക്കാറ്റ്. താഴ്വരക്കാറ്റ് എന്താ സംഭവിക്കുന്നത്? ഈ താഴ്വരയിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? പർവ്വത ചെരുവിലൂടെ മുകളിലോട്ടേക്കാണ് പോകുന്നത്. അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ താഴ്വരയിൽ നിന്ന് പർവ്വതത്തിന്റെ മുകളിലോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അതെന്താണ്? അത് താഴ്വരക്കാറ്റാണ്. താഴ്വരക്കാറ്റ് എപ്പോഴാണ് സംഭവിക്കുന്നത്? പകൽ സമയത്താണ്. കാരണം എന്താണ്? പകൽ സമയത്താണ് സൂര്യതാപം ഏറ്റിട്ട് പർവ്വത ചെരുവിലൂടെ വായു വികസിച്ച് മുകളിലോട്ടേക്ക് ഉയരും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? അല്ലെ, ഇവിടെ ന്യൂനമർദ്ദമായിരിക്കും, ഇവിടെ ഉച്ചമർദ്ദമായിരിക്കും. ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലോട്ടേക്ക് പോവുകയാണ്. അതാണ് താഴ്വരക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ താഴ്വരയിൽ നിന്ന് പർവ്വതങ്ങളിലോട്ടേക്ക് പോകുമ്പോൾ അത് താഴ്വരക്കാറ്റും, പർവ്വതങ്ങളിൽ നിന്ന് താഴ്വരയിലോട്ടേക്ക് പോകുമ്പോൾ അത് പർവ്വതക്കാറ്റുമായിരിക്കും. ക്ലിയർ? ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കട്ടോ. പർവ്വതക്കാറ്റ് ഉണ്ടാവുന്നത് രാത്രികാലമാണ്, താഴ്വരക്കാറ്റാണെങ്കിൽ പകൽ സമയത്ത് ട്ടോ. ഓക്കെ. പിന്നെ നമ്മുടെ മൺസൂൺ കാറ്റ്. മൺസൂൺ കാറ്റൊക്കെ എന്തൊരു ഉദാഹരണമാണ്? കാലിക വാദങ്ങൾക്ക് ഉദാഹരണമാണ്. പ്രത്യേകിച്ച് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റും വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റും അതിന്റെ സമയം അല്ലെങ്കിൽ ആ ഒരു കാറ്റിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഇവിടെ കിട്ടുന്ന മഴ, ഇതൊക്കെ എന്തൊരു ഉദാഹരണമാണ്? മൺസൂൺ കാറ്റുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ അത് അവിടെ നിന്ന് അത്ര ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള വാദങ്ങളാണ് അസ്ഥിരവാദങ്ങൾ. അസ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ ഉണ്ടായിട്ടുള്ള ഓഗി, അതൊക്കെ എന്തൊരു ഉദാഹരണമാണ്? അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ്. അതായത് അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ചിട്ട് രൂപം കൊള്ളുന്ന കാറ്റുകളാണ്. പ്രത്യേകിച്ച് ചുഴലിക്കാറ്റുകളൊക്കെ രൂപം കൊള്ളുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ കേൾക്കാറുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ഈ ന്യൂനമർദ്ദ രൂപം കൊണ്ട്, അങ്ങനെ ഓരോന്ന് കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ചെറിയ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതാണ്. എപ്പോഴും ഉണ്ടാവണമെന്നില്ല അല്ലെ, എപ്പോഴും ഉണ്ടാവില്ല. ഇങ്ങനെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ട് രൂപം കൊള്ളുന്ന കാറ്റുകളായിരിക്കും. അങ്ങനെയുള്ള കാറ്റുകളെയാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. അല്ലെ, എവിടെ നോക്കുന്നത്? സ്ഥിരമായിട്ടുണ്ടാവില്ല. സ്ഥിരമായിട്ട് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെയാണ് അതിനെ അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ടൈഫൂൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈഫൂൺസ്, ഹരിക്കെയിന്, വില്ലി വില്ലീസ്, ടൊർണാഡോ, ഓഗി. ഓഗിയൊക്കെ എന്തൊരു ഉദാഹരണമാണ്? ഈ പറഞ്ഞ അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ്. ഓഗി എപ്പോഴും ഉണ്ടാവുന്നുണ്ടോ? ഇല്ലല്ലേ. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ മുഖേന ഉണ്ടായിട്ടുള്ള ഒരു കാറ്റാണ് ഓഗി എന്ന് പറയുന്നത്. അപ്പം ഓഗി ആണെങ്കിലും ടൈഫൂൺ ആണെങ്കിലും ഹരിക്കെയിൻ ആണെങ്കിലും വില്ലി വില്ലീസ്, ടൊർണാഡോ, ഇതൊക്കെ എന്തൊരു ഉദാഹരണമാണ്? അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ്. ക്ലിയർ അല്ലേ? ദെൻ ലാസ്റ്റ് വൺ നമ്മുടെ പ്രാദേശിക വാദങ്ങളാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗം കൂടിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ കുറച്ച് പ്രാദേശിക വാദങ്ങൾ ഓർത്തു വെച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാനും പറ്റും. അതില് പ്രാദേശിക വാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർത്തു വെച്ചേക്കാം, ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രാദേശിക വാദങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താ പറഞ്ഞത്?
ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൂ, ചിനൂക്ക്, ഫോൺ, ഹർമാറ്റൻ ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? പ്രാദേശിക വാദങ്ങൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാടാ? ലൂ ഉണ്ട്, ചിനൂക്ക് ഉണ്ട്, ഫൊൻ ഉണ്ട്, ഹർമാറ്റൻ ഇതൊക്കെ എന്താണ്? പ്രാദേശിക വാദങ്ങളാണ്. ഇനി ഇതൊക്കെ എവിടെയൊക്കെയാണ് വീശുന്നത്, അതിന്റെ സവിശേഷത എന്തൊക്കെയാന്ന് നോക്കാം. പ്രത്യേകിച്ച് ഇതൊക്കെ എന്തായിരിക്കും? ഉഷ്ണക്കാറ്റുകളാണ്. നമ്മൾ അധികം പറയുന്നത് ഉഷ്ണക്കാറ്റാണ്. അപ്പൊ അത് ഇനി സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എന്താണ്? ഉഷ്ണക്കാറ്റുകളാണ്. ഇനി ഇത് എവിടെയാണ് വീശുന്നത് എന്ന് ഓർത്തു വെക്കണം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് തന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇങ്ങനെയാണ്, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ലൂ. ഏതാണ്? ലൂ. ലൂ എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റാണ്. അതേപോലെ തന്നെ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അതേതാണ്? ഈ പറഞ്ഞ ചിനൂക്കാണ്. ഓക്കെ, അപ്പൊ ചിനൂക്ക് എന്താണ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏത്? ഫൊൻ എന്ന് പറയുന്നത്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ഫൊൻ. ആഫ്രിക്കൻ സഹാറ മരുഭൂമിയിലൂടെ വീശുന്ന കാറ്റ് ഏതാണ്? ഹർമാറ്റൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നത്, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്നത് ലൂവും, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലൂടെ വീശുന്നത് ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലൂടെ വീശുന്നത് ഏതാണ്? ചിനൂക്ക്. ആൽപ്സിലോ? ആൽപ്സില് ഫൊന്ന്. ആൽപ്സില് ഫൊന്ന്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയില് ഹർമാറ്റൻ ആണ്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയില് ഹർമാറ്റൻ ആണ്. ഓർത്തു വെക്കാലോ. ഇനി ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം ചോദിച്ചാൽ അത് ഏതാണ്? ചിനൂക്കാണ്. അപ്പൊ മഞ്ഞുതീനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ചിനൂക്കാണ്. അതുപോലെ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഹർമാറ്റൻ ആണ്. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹർമാറ്റൻ ആണ്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന ഒരു പ്രാദേശിക വാദം ഉണ്ട്. അതിന്റെ പേരെന്താ ചോദിച്ചാൽ അത് മാംഗോ ഷവർ ആണ് കേട്ടോ. മാങ്ങകളൊക്കെ പാകമാകാൻ സഹായിക്കുന്ന ഒരു കാറ്റ് കൂടിയാണ് ഏതെന്ന് പറയുന്നത്? മാംഗോ ഷവർ. മാംഗോ ഷവർ എവിടെയാണ്? ദക്ഷിണേന്ത്യയിലാണ് കേട്ടോ. നമ്മൾ എവിടെയാണ്? ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മാംഗോ ഷവർ ആണ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറഞ്ഞുതരാം. പ്രാദേശിക വാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രദേശത്ത് രൂപം കൊള്ളുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റാണെങ്കിൽ അത് ലൂവും, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലൂടെ വീശുന്ന കാറ്റാണെങ്കിൽ അത് ചിനൂക്ക്, യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിരയിലൂടെ വീശുന്ന കാറ്റാണെങ്കിൽ അത് ഫൊന്ന്, ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലൂടെ വീശുന്ന കാറ്റാണെങ്കിൽ അത് ഹർമാറ്റൻ, പിന്നെ മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ പറഞ്ഞ ചിനൂക്കാണ്. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹർമാറ്റൻ ആണ്. ഉഷ്ണക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ചോദിച്ചുള്ളത് ഏതാണ്? മാംഗോ ഷവർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് പഠിച്ചെടുക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ നന്നായിട്ട് റിവിഷൻ ചെയ്യാം. അതായത് പ്രത്യേകിച്ച് ഈ ജോഗ്രഫി ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് അത് റിവിഷൻ കൊടുത്ത് പഠിക്കുക. കാരണം അത്രയും പ്രാധാന്യം ഉള്ള ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോലും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യാം? പഠിച്ചെടുക്കാം. അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്